Hello, good afternoon. Good afternoon, ma'am. Afternoon, ma'am. Yes. Yes, നമുക്ക് തുടങ്ങാം. തുടങ്ങാലോ. സുഖല്ലേ എല്ലാവർക്കും? എല്ലാവരും ഉണ്ടല്ലോ അവിടെ? Yes, ma'am. യെസ്. ആ സൗണ്ടൊക്കെ വെക്കണ്ടായിരുന്നു. മനോഹരമായി സൗണ്ടൊക്കെ ഉള്ള ആളുകളൊക്കെ ഇല്ല. സൗണ്ടൊക്കെ ഇടയ്ക്കൊന്ന് കേൾക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും പറയാൻ വേണ്ടി. ഓക്കെ, നമ്മള് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള കുറെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ടേംസ്. കുറച്ച് ഇൻഷുറൻസിനെ ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു ഇതുമായി ബന്ധപ്പെടുത്തി കിട്ടിയ കുറച്ച് ടേമുകളൊക്കെ, ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്ലെയിം ഇൻഷുറൻസ്, ക്ലെയിം, തേർഡ് പാർട്ടി, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, പ്രീമിയം, ഇൻഷുറർ, ഇൻഷുർഡ്, അല്ലെ, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്, പല രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത്. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, അതായത് ഹോസ്പിറ്റലൈസേഷന് പുറമെ നോൺ മെഡിക്കൽ നേച്ചറിലുള്ള ചില എക്സ്പെൻസ് കൂടി മീറ്റ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. അതിന്റെ പ്രത്യേകത അതാണ്. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, അതായത് ചില ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇൽനെസ്സിന് വേണ്ടിയിട്ട് ബേസിക്കലി ഒരു മിനിറ്റ് ആരോ നോക്കി. യെസ്. അപ്പൊ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ അല്ലെ, ചില സീരിയസ് ആയിട്ടുള്ള, ചില ഗ്രേവ് ആയിട്ടുള്ള കുറെ എന്താ പറയാ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ്, അതായത് ക്യാൻസർ, പാരാലിസിസ്, അതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗൻസ്, ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക അവയവങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ ഓർഗൻസിലൊക്കെ എന്തെങ്കിലും ട്രാൻസ്പ്ലാന്റേഷൻ വരുന്നത്, ഇതിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പേഴ്സണൽ ആക്സിഡന്റ്, ഓൺലി ഫോർ ആക്സിഡന്റ്സ് അല്ലെ, ആക്സിഡന്റുകൾക്ക് വേണ്ടി മാത്രം ഒരു ലംസം എമൗണ്ട് എന്ത് ചെയ്യുന്നു, ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഇൻഷുറൻസ്. ആൻഡ് ലാസ്റ്റ് വൺ ടോപ്പ് അപ്പ് കവർ അല്ലെ, നമ്മൾക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ കവറിന് പുറമെ ഇഫ് ഇറ്റ് ഗെറ്റ്സ് എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ നിലവിലുള്ള നമ്മൾ ഏതെങ്കിലും ഒരു പോളിസി ഇത്തരം ടോപ്പ് അപ്പ് കവർ വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ, ഹെൽത്ത് പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ, ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്ന പോളിസി എടുക്കുന്നവർക്ക് നമ്മൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന സം അഷ്യൂർഡ് എക്സോസ്റ്റഡ് ആയിപ്പോയി കഴിഞ്ഞാൽ, വെച്ചാൽ തീർന്നുപോയി, വെച്ചാൽ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടി ഇൻഷുറൻസ് കമ്പനി പേയ്മെന്റ് നടത്തി, പക്ഷെ അതിന്റെ ആ ഒരു സം അഷ്യൂർഡിന്റെ എമൗണ്ട് അത് ലാപ്സ് ആയിപ്പോയി, അതായത് എക്സോസ്റ്റഡ് ആയിപ്പോയി, തീർന്നുപോയി. സോ വി ഹാവ് എ ചാൻസ് ടു ടോപ്പ് അപ്പ് അവർ എക്സിസ്റ്റിംഗ് പോളിസി. നമ്മളുടെ എക്സിസ്റ്റിംഗ് പോളിസിനെ ഒന്നുകൂടി ടോപ്പ് അപ്പ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സ്ട്രാ വരുന്ന എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസീസും ഉണ്ട്. ഇതെല്ലാവരും കൊടുക്കുന്നതല്ല, ഒരു തരം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോളിസീസ് ആണ്. ഇതുവരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തി. റൈറ്റ്? ശരിയാണോ? ശരിയല്ലേ? അടുത്ത ടോപ്പിക്ക് തുടങ്ങിക്കോട്ടെ. വരാനുള്ളവരെ കാത്താണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പറഞ്ഞോട്ടെ ഞാൻ. ഓക്കെ, യെസ്. ഒന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്യാതെ, വേറെ എന്തൊക്കെയോ സൗണ്ടുകൾ വരുന്നുണ്ട്. ഇനി നമുക്ക് എന്താ പറയാ, നമ്മളുടെ എന്താ പറയാ, നമുക്ക് സാധാരണ കേൾക്കണില്ലേ? ഹലോ ഹലോ ഹലോ, ഓഡിയോ ക്ലിയർ ആണോ? ഓഡിയോ ക്ലിയർ ആണോ? ഇത് കേൾക്കണില്ലെന്ന് പറയണേ. കേൾക്കണത്. ഞാൻ ഇച്ചിരി സൗണ്ട് കുറച്ചിട്ടാ പറയുന്നത് കേട്ടോ. അതെന്താന്നാ, ഇന്ന് നമുക്കിവിടെ നെറ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് അധികം ക്ലാസ്സസ് ഒന്നും തോന്നില്ല. എന്തായാലും നിങ്ങളുടെ ക്ലാസ് ഞാൻ നിർബന്ധമായിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് കയറിയതാ. നെറ്റ് ഇല്ല എന്ന് പല ക്ലാസ്സസും
എടുക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ്. തൊട്ടപ്പുറത്തെ ക്ലാസ്സിലും ക്ലാസ് എടുക്കുന്നതുകൊണ്ട് എന്റെ സൗണ്ട് ഇച്ചിരി കുറവായതുകൊണ്ട് എനിക്ക് ഇത്തിരി കുറയ്ക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി കുറച്ച് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത്. അതായത് കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ഉണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഒരു 4-4 നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സാമൂഹ്യ ആരോഗ്യ പദ്ധതി, ഇൻഷുറൻസ് പദ്ധതിയാണ്. ഇതിനകത്ത് ഈ ഒരു സോഷ്യൽ ഹെൽത്ത് സ്കീം, അതിനകത്ത് ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ അത്തരം ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ എന്താ പറയാ ഒരു ഇതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രധാനപ്പെട്ട ചില കണ്ടീഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ്? 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ബൈ ലോ, either by law ആയിരിക്കാം, അല്ലെങ്കിൽ ഫോർ ദ റിക്വയർമെന്റ്സ് ഓർ കണ്ടീഷൻസ് ഓഫ് അവർ എംപ്ലോയ്മെന്റ്. അത് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജോലി, ആ ജോലിക്ക് ആ ഒരു ഇൻഷുറൻസ് എടുത്താൽ മതിയാകുള്ളൂ. അത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ട് അത് എന്താ പറയാ ഒരു മാൻഡേറ്ററി മീൻസ് നെസസറി ആയിട്ടുള്ള ഒരു പോളിസി അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്കീമാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഐ മീൻ ഞാൻ ഒന്നുകൂടി പറയാം, കുറച്ചുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ, വലിയ വലിയ പോസ്റ്റുകളിലൊക്കെ കയറിയിട്ട് ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ. അവരുടെ ലൈഫ് എപ്പോഴും ഡേഞ്ചറസ് സിറ്റുവേഷൻസിലാണ്. കാരണം അവര് വലിയ എന്താ പറയാ വാട്ട്സ് ഒക്കെ എന്താ പറയാ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയുമായിട്ടായിരിക്കും അവരെപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. മാത്രമല്ല മഴക്കാലൊക്കെ ആകുമ്പോൾ ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ വേഗം പോയി ജോലി ചെയ്യണം. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ജോബ്, അവരുടെ ജോലിയുടെ ഭാഗമാണ്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് ഇറ്റ് ഈസ് വെരി നെസസറി, മാൻഡേറ്ററി ബൈ ലോ എന്ന് പറഞ്ഞാൽ നിയമപരമായിട്ട് അങ്ങനെയുള്ളവർക്ക് ഇത്തരം പോളിസീസ് നിർബന്ധമാണ്. എന്താ കാരണം? കാരണം എന്താ, ഇവരെപ്പോഴും ഇത്തരം റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ജോലി കൈകാര്യം ചെയ്യുന്നതുണ്ട്. ക്ലിയർ? മനസ്സിലായോ? അപ്പൊ പാർട്ടിസിപ്പേഷൻ ഇൻ സച്ച് സ്കീം, ഏത് സ്കീം? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയുള്ള സ്കീമുകളിൽ പാർട്ടിസിപ്പേഷൻ നെസസറി ആണ്, ഐദർ ബൈ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്. ആ ജോലിയുടെ വ്യവസ്ഥകൾ പ്രകാരമോ അല്ലെങ്കിൽ നിയമപ്രകാരമോ അത്തരം ഒരു പോളിസിയിൽ അല്ലെങ്കിൽ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു കണ്ടീഷൻ. ഇത് ക്ലിയർ? മനസ്സിലായോ ഞാൻ പറഞ്ഞ എന്താന്ന്? മനസ്സിലായോ ഇല്ലേ? വേഗത പറയണോട്ടാ. ഓക്കെ ആണല്ലോ? യെസ്. രണ്ടാമത്തേത് എന്താ? രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നു പ്രോഗ്രാം ഈസ് എക്സസൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് or a limited number of members in that particular group. ഇതൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള ഇൻഷുറൻസ് സ്കീമാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എംപ്ലോയീസ് അല്ല, മനസ്സിലായി? ഇൻഡിവിജ്വൽ അല്ല, ഒരു ഗ്രൂപ്പ്. ചിലപ്പോ ഒരു ലിമിറ്റ്, അത് മാത്രമല്ല വലിയ ഗ്രൂപ്പ് ഒന്നുമല്ല കേട്ടോ, ഒരു 3-4-5 എംപ്ലോയീസ് അങ്ങനെ അവരുടെ ആ ഗ്രൂപ്പിന് വേണ്ടി കൊടുക്കുന്നത്. കാരണം ഇത്തരം ജോലികളൊക്കെ ഒറ്റയ്ക്കേക്കാൾ കൂടുതൽ കുറച്ചോ 2-3 പേരൊക്കെയുള്ള ഗ്രൂപ്പ്സ് ആയിട്ടായിരിക്കും ഇങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ജോലിയിലേക്കൊക്കെ ആളുകൾ പോവുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഗ്രൂപ്പിലേക്കാണ് ആ ഒരു പോളിസി എടുക്കുന്നത്. മനസ്സിലായി? അത്തരം ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ആണ്. അപ്പൊ ആ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള സ്കീമാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ അതാ. ഒന്നാമത്തെ കണ്ടീഷൻ, ഇത്തരം സ്കീമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നിർബന്ധമായും ഐദർ ബൈ ലോ പ്രകാരം, എന്താണ് നിയമപ്രകാരമോ അല്ലെങ്കിൽ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്, നമ്മുടെ ജോലിയുടെ ആ ഒരു വ്യവസ്ഥകൾ പ്രകാരമോ ഈ എന്താ പറയാ ഹെൽത്ത് ഇൻഷുറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. രണ്ടാമത് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് മാത്രമല്ല ഒരു ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടാണ്. ഇൻഡിവിജ്വലിനേക്കാൾ റാദർ ദാൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ പേരിൽ എടുക്കുന്ന ഇൻഷുറൻസ് അല്ല, പകരം ഒരു ഗ്രൂപ്പിന്റെ പേരിലായിരിക്കും. And the last one, the employer makes the contributions towards the employee. എംപ്ലോയിക്ക് വേണ്ടി ഇതിന്റെ എന്താ പറയാ ഒരു കോൺട്രിബ്യൂഷൻ, നമ്മൾ പറഞ്ഞല്ലോ ഒരു ഇൻഷുറൻസിനകത്ത് ഭാഗമാകണമെങ്കിൽ ചിലപ്പോ ആനുവലി വർഷത്തിൽ ഇത്ര രൂപ അടച്ച് നിങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസിന്റെ ഭാഗമാകാം, മാസത്തിൽ ഇത്ര രൂപ അടച്ച് നിങ്ങൾക്ക് ഇൻഷുറൻസിന്റെ ഭാഗമാകാം, വർഷത്തിൽ 2 പ്രാവശ്യം മാത്രം അടച്ച് നിങ്ങൾക്ക് ഇൻഷുറൻസിന്റെ ഭാഗമാകാം. ഒരുപാട് എന്താ പറയാ നമ്മൾ അഡ്വർടൈസ്മെന്റുകളൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ ഈ എംപ്ലോയിക്ക് വേണ്ടി നടത്തുന്നതായിരിക്കണം എംപ്ലോയർ ആണ്. ബിക്കോസ് ആ ഒരു എംപ്ലോയർക്ക് വേണ്ടിയിട്ട് ആള് ജോലി ചെയ്യുന്നത് ആളുടെ ലൈഫ് വരെ എന്ത് ചെയ്തിട്ടാണ്, സാക്രിഫൈസ് ചെയ്തിട്ടാണ്. ബിക്കോസ് അത് അവിടെ ഭയങ്കര റിസ്ക് ഉള്ള ഫാക്ടേഴ്സ് ആണ് അതിനകത്തുള്ളത്. ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള അത്തരം ജോബ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഇല്ലേ?
നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഭയങ്കര ഹൈറ്റിലൊക്കെ കയറിയിട്ട് എന്താ പറയാ ജോലി ചെയ്യുന്നവരുണ്ട്. ഹൈറ്റിൽ ഭയങ്കര ഉയരത്തിൽ കയറിയിട്ട് ഇപ്പൊ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അത് വലിയ വലിയ കോൺട്രാക്ട്സ് ആക്കി ഏറ്റെടുക്കുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിന്, അപ്പൊ ആ എംപ്ലോയീസിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു, ഇതുപോലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ എടുക്കുന്നു. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം അവർക്ക് മസ്റ്റ് ആണ്, ആ ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിന്. അതുപോലെ തന്നെ ആ ഒരു കോൺട്രിബ്യൂഷൻ നടക്കുന്നത് എംപ്ലോയീസ് അല്ല, നമ്മൾ ജോലിക്കാരല്ല ചെയ്യുന്നത്, ആ കോൺട്രിബ്യൂഷൻ നടത്തുന്നത് എംപ്ലോയർ ആയിരിക്കും. അപ്പൊ ഈ 3 കണ്ടീഷൻസ് ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിലുണ്ട്. ക്ലിയർ ആയോ? 3 കണ്ടീഷൻസ് മനസ്സിലായോ? ആ 3 കണ്ടീഷൻസ് വ്യക്തമായോ? പ്ലീസ് ഒന്ന് റിപ്ലൈ തരണം. ഉച്ച സമയമാകുമ്പോൾ ഞാൻ എന്തായാലും ഉത്തരം പറയിപ്പിക്കും. ഉത്തരം പറയിപ്പിക്കാൻ മീൻസ് നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. എനിക്ക് ഒരാൾ മാത്രം റെസ്പോണ്ട് ചെയ്താലും കുഴപ്പമില്ല, ഒരാളെങ്കിലും അത് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് മസ്റ്റ് ആണ്. ഓക്കെ, സോ ദീസ് 3 കണ്ടീഷൻസ് ആർ ബേസ്ഡ് ഫോർ ദിസ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ നമ്മുടെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിനകത്ത് ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? ഈ പറയുന്ന പ്രോഗ്രാമിൽ, ഈ ഒരു ഇൻഷുറൻസ് പ്രോഗ്രാമിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഐദർ ബൈ ലോ, നിയമപ്രകാരമോ അല്ലെങ്കിൽ ജോബ് കണ്ടീഷൻസിന്റെ പ്രകാരമോ ബേസിസിലോ ആയിരിക്കണം നമ്മൾ ഈ ഒരു ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. രണ്ടാമത് പറഞ്ഞു, ഇതൊരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന്റെ പേരിൽ എടുക്കുന്നതാണ്, അതും ആ ഗ്രൂപ്പ് ലിമിറ്റഡ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇതിനകത്തേക്ക് കോൺട്രിബ്യൂഷൻ നടത്തുന്നത് ഇപ്പൊ ആനുവലി 1000 രൂപ മാത്രം അടച്ച് നിങ്ങൾ ഈ ഇൻഷുറൻസിന്റെ ഭാഗമാകൂ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എംപ്ലോയർ 1000 രൂപ ഓരോ എംപ്ലോയീസിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ പേരിൽ 1000 രൂപ അടയ്ക്കുന്നു, ആ ഇൻഷുറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഇത്തരം റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള എന്താ പറയാ ജോലി ചെയ്യിപ്പിക്കുന്ന എംപ്ലോയർമാര് ആ എംപ്ലോയീസിന്റെ പേരിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു ഹെൽത്ത് സ്കീം ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ആ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി, പ്രോബ്ലംസ് ഉണ്ടായി, വയ്യായികകൾ വന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് സംഭവിച്ചതാകാം ബിറ്റ്വീൻ ദ ജോബ്, ജോലിയുടെ ഇടയിൽ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അവർക്ക് അതിനുള്ള ആ ഒരു ഇൻഡെമിനിറ്റി, ദാറ്റ് മീൻസ് നഷ്ടപരിഹാരം അവർക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് എംപ്ലോയർമാര് നിർബന്ധമായിട്ട് അത് ചെയ്യും. ക്ലിയർ ആണല്ലോ? 3 പോയിന്റ് മനസ്സിലായില്ലേ? മനസ്സിലായി എന്ന് ആണ് പറഞ്ഞത്. കുറച്ച് കഴിയുമ്പോൾ പറയരുത്. Then let's see what are the features of such a scheme. ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിനോടുള്ള നേട്ടം എന്താണ് അതിന്റെ സവിശേഷതകളും അതിന്റെ നേട്ടങ്ങളും നമുക്കൊന്ന് നോക്കാം. ബെനിഫിറ്റ്സ് ആൻഡ് ഫീച്ചേഴ്സ് ആണ്, രണ്ടും കൂടി ഒരുമിച്ചാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിന്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫേഴ്സ് സച്ച് ഇൻഷുറൻസ് അറ്റ് ലോ കോസ്റ്റ്. ഗവൺമെന്റ് ഈ ഒരു ഇൻഷുറൻസ് ഓഫർ ചെയ്യുന്നത് വളരെ ചുരുങ്ങിയ വിലക്കാണ്. എന്ന് വെച്ചാൽ വളരെ കോസ്റ്റ് കുറഞ്ഞു. ചിലപ്പോ വർഷത്തില് ഇത്ര രൂപ, 500 രൂപ അടച്ച് അല്ലെങ്കിൽ 1000 രൂപ അടച്ച് അല്ലെങ്കിൽ ഇത്ര വളരെ ചെറിയ തുകയായിരിക്കുള്ളൂ ഇതിന്റെ എംപ്ലോയർ എന്ത് ചെയ്യേണ്ടി വരുന്നത്, ആ ഇൻഷുറൻസിലേക്ക് അടയ്ക്കേണ്ടി വരുന്നത്. കാരണം എംപ്ലോയർമാർക്കാണ് അതിന്റെ ഒരു ഇനീഷ്യേഷൻ. കാരണം ഞാൻ ജോലി ചെയ്യിപ്പിക്കുന്ന ആളുകള് അവരുടെ ജോലി എന്ന് പറയുന്നത് ഭയങ്കര അപകടം നിറഞ്ഞതാ. അപ്പൊ എനിക്കാണ് അതിനെക്കുറിച്ച് ചിന്ത വേണ്ടത്. അവര് ചെയ്യുന്ന ജോലി ഭയങ്കര അപകടം നിറഞ്ഞതാണ്. അപ്പൊ ആ അപകടത്തിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫിനോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയാ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾക്കോ എന്തെങ്കിലുമൊക്കെ ഇത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെലവുകളെ മീറ്റ് ചെയ്യാൻ ചിലപ്പോൾ എംപ്ലോയർക്ക് ഹ്യൂജ് എമൗണ്ട് ഒക്കെ ചിലപ്പോൾ ചെലവാകും. പക്ഷെ അതിനെയൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ, റിഡ്യൂസ് ചെയ്യാനാണ് ഇത്തരം പോളിസീസ് അല്ലെങ്കിൽ ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ ഉള്ളത്. അപ്പൊ എംപ്ലോയർ തീർച്ചയായിട്ടും അങ്ങനത്തെ ഇതെടുക്കും. ഈ കറണ്ടിലൊക്കെ ജോലി ചെയ്യിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതല്ല എങ്കിൽ ഭയങ്കര ഷിപ്പിലൊക്കെ ജോലിക്ക് പോകില്ലേ, അങ്ങനെയൊക്കെ. അങ്ങനെ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള നമുക്ക്. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളുടെ എംപ്ലോയർ ഇങ്ങനത്തെ ഒരു പോളിസി എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ആലോചിച്ചൊക്കെ നിങ്ങള്. ഞാനിപ്പോ ഇവിടെ നിന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, അതുപോലെ ഒരുപാട് ടീച്ചേഴ്സ്. അപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിന്റെ പേരിൽ ഇത്തരം ഒരു ഇൻഷുറൻസ് എടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ, നെസസിറ്റി ഉണ്ടോ? ഇല്ല, അത്യാവശ്യമൊന്നുമില്ല. കാരണം എന്താ, അത്ര വലിയ റിസ്ക് ഉള്ള എന്താ പറയാ ജോലിയല്ല നമ്മൾ ചെയ്യുന്നത് അല്ലെ. റിസ്ക് ഫാക്ടർ അധികമൊന്നും ഇല്ലാത്ത വളരെ ഒരു സേവനമാണ്. അങ്ങനത്തെ ഒരു രീതിയാണ്. നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും അതിനകത്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ളതിന് വേണ്ടിയിട്ടുള്ളതാണ് ഹെൽത്ത്, ഇതുപോലെ സോഷ്യൽ ഹെൽത്ത് സർവീസ് സ്കീമുകൾ. അതുകൊണ്ട് തന്നെ ഇത് ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നത് വളരെ ലോ കോസ്റ്റിലാണ്. അതാണ് ഒന്നാമത്തെ ഫീച്ചർ എന്നോ ബെനിഫിറ്റ് എന്നോ നമുക്ക് പറയാം. രണ്ടാമത്തേത്, ഇറ്റ് ഈസ് ഓൾസോ ഓപ്റ്റഡ് ഫോർ BPL ഫാമിലീസ്. ഇതെന്തിനു വേണ്ടിയിട്ടാ? ഇത് ആർക്ക് ബെനിഫിഷ്യൽ ആകാൻ വേണ്ടിയിട്ടാ? BPL ഫാമിലീസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ അങ്ങനെയുള്ള ആളുകൾ, അത്തരം ഫാമിലീസിലെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവർ ഇതുപോലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള
ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചിട്ടുമാണ്. എന്ന് വെച്ചാൽ ആ മെമ്പർ മസ്റ്റ് ബി ഫ്രം എ BPL ഫാമിലി. ആ ഗ്രൂപ്പില് അല്ലെങ്കിൽ അത്തരം എംപ്ലോയീസിന്റെ ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് എടുത്തു, ആ വ്യക്തി ഒരു BPL ഫാമിലിയിലെ മെമ്പർ ആയിരിക്കും. ഓക്കെ, BPL ഫാമിലിയിലെ മെമ്പേഴ്സിന് കിട്ടുന്നതാണ്. Then the policy guarantees coverage for the poor people. BPL-നും താഴെയും ഒരുപാട് ദരിദ്രരായിട്ടുള്ള ആളുകളുണ്ട്, അവർക്കും കൂടി വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെയും കൂടി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദ അവൈലബിലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ്. ഇനി നമുക്ക് ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് ഈ ഒരു സ്കീം പ്രകാരം സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രകാരം നമുക്ക് എവിടെയൊക്കെ ട്രീറ്റ്മെന്റ് കിട്ടും? അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഓർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ. നമ്മൾ വിചാരിക്കുമോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊന്നും വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലൊക്കെ നമുക്ക് ചെന്നാൽ അവിടെ ട്രീറ്റ്മെന്റ് കിട്ടുമോ എന്ന് സംശയം ഉണ്ടാവും. കിട്ടും. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് എവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, അവിടെ നമുക്കൊരു ബെറ്റർ ഹെൽത്ത് കെയർ കിട്ടുന്ന രീതിയിലുള്ള സ്കീമാണ് social health insurance. So these are the important benefits or features of health insurance scheme. Social health insurance scheme ന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ബെനിഫിറ്റ്സ് രണ്ടും കൂടി ഉൾപ്പെട്ടതാണ് പറഞ്ഞേക്കണം. ഒന്നെന്താ? ഗവൺമെന്റ് ഓഫേഴ്സ് ഇറ്റ് അറ്റ് ലോ കോസ്റ്റ്. ആ ലോ കോസ്റ്റിന്റെ അടിയിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്യാമോ? ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ് അണ്ടർലൈൻ ചെയ്യാം. Then BPL families also get the benefit of this policy. ഈ പോളിസിയുടെ ബെനിഫിറ്റ് BPL ഫാമിലീസിനും കിട്ടുന്നുണ്ട്. ഷോർട്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. മൂന്നാമത്തേത് പോളിസി ഗ്യാരണ്ടീസ് ഫോർ പുവർ പീപ്പിൾ. മൂന്നാമത്തെ പുവർ പീപ്പിൾ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യാം. Then treatment in both the private and government hospitals. Treatment both in private and government hospitals. അങ്ങനെ ആ സ്കീമിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അത് വലിച്ചു നീട്ടി അങ്ങനെ ഫുൾ സെന്റൻസ് ആയിട്ട് പഠിക്കേണ്ട, മെയിൻ കാര്യം എടുത്ത് പഠിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? ഗവൺമെന്റ് ഓഫേഴ്സ് അറ്റ് ലോ കോസ്റ്റ്. രണ്ടാമത്തേത് BPL ഫാമിലീസ് ഓൾസോ ക്യാൻ അവൈൽ ദിസ് ബെനിഫിറ്റ്. ഇതിന്റെ ബെനിഫിറ്റ് BPL ഫാമിലീസിന് കിട്ടുന്നു. മൂന്നാമത്തേത് പോളിസി ഗ്യാരണ്ടീസ് ടു പുവർ പീപ്പിൾ. പുവർ പീപ്പിളിനെ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ട്രീറ്റ്മെന്റ് ഐദർ ഇൻ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആൻഡ് പബ്ലിക് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. ക്ലിയർ ആണല്ലോ? നിർത്താണേ അവിടെ വരെ. കാരണം സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് അതൊരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കേട്ടോ. അപ്പൊ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന് നമ്മൾ മേൽ പറഞ്ഞ 3 കണ്ടീഷൻസ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടുള്ള നേട്ടങ്ങൾ അവിടെ ഒരു 4 എണ്ണം പറഞ്ഞിട്ടുണ്ട്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അണ്ടർലൈൻ ചെയ്യുകയോ ടിക്ക് ചെയ്യോ എന്തെങ്കിലും ചെയ്യാം. Then the another type of health insurance ആണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് തീർന്നേ അടുത്തൊരു ടൈപ്പ് ആണ്. ഏതാണത്? കേട്ടിട്ടുണ്ടാവുമല്ലോ, ESI എന്ന് കേട്ടിട്ടുണ്ടോ? ESI ഉണ്ടോന്ന് ESI ഉണ്ടോന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ESI എന്താ? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ്. അപ്പൊ നമ്മൾ ഇനി പഠിക്കുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമാണ്. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? ആരെ ഉദ്ദേശിച്ചിട്ടുള്ളതാ? എന്തൊക്കെ ബെനിഫിറ്റ് അതിനകത്തുണ്ട്? എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ എംപ്ലോയി സ്റ്റേറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സ്കീം അതിപ്പോ അടുത്ത കാലത്തൊന്നും നിലവിൽ വന്നതൊന്നുമല്ല. ഇറ്റ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 1948. 1948 കാലഘട്ടങ്ങളിലൊക്കെ, അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെയൊക്കെ തുടങ്ങിയിരിക്കുന്ന എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സ്കീമാണ് ESI എന്ന് പറയുന്നത്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ആൻഡ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമില് ഇത് ബോത്ത് ക്യാഷ് ബെനിഫിറ്റും അതുപോലെ തന്നെ മെഡിക്കൽ ബെനിഫിറ്റും കൊടുക്കുന്നുണ്ട്. ക്യാഷ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാശ് ആയിട്ട് കൊടുക്കുന്നത്. മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. റൈറ്റ്? മനസ്സിലായ? ക്യാഷ് ആയിട്ട് കയ്യിൽ കൊടുക്കുന്ന ബെനിഫിറ്റും അതുപോലെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഈ 2 ബെനിഫിറ്റും ESI-ൽ ഉണ്ട്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, അതായത് ESIC, അതിന്റെ ഫുൾ ഫോമുകൾ വ്യത്യാസമുണ്ട്. ESI എന്ന് പറയുമ്പോൾ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് മാത്രമേ ഉള്ളൂ. ESIS എന്ന് പറയുമ്പോൾ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഉണ്ട്. ESIC എന്ന് പറയുമ്പോൾ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. എല്ലാത്തിന്റെയും എന്താ പറയാ എക്സ്പാൻഡഡ് ഫോം ഇമ്പോർട്ടന്റ് ആണ്. ഇത് അക്കോർഡിംഗ് ടു ഈ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇതാണ് നമ്മുടെ ESI-ന്റെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. ESIC ആണ് എന്തിനെ കൺട്രോൾ ചെയ്യുന്നത്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു കോർപ്പറേഷനാണ്. ഏതാണ്? എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. ആൻഡ് ആ ഒരു കോർപ്പറേഷന്റെ എന്താ പറയാ കോർപ്പറേറ്റിന്റെ സെമി ഗവൺമെന്റ് ബോഡിയാണ്. അതൊരു സെമി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അർദ്ധ സർക്കാർ എന്ന് പറയില്ലേ നമ്മൾ, അത്തരം ഒരു ഗവൺമെന്റ് ബോഡിയാണ്. മാത്രമല്ല അതിന്റെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് ചെയർമാൻ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആയിരിക്കും അതിന്റെ ആ ഒരു കോർപ്പറേറ്റ് ബോഡിയുടെ എന്തായാലും വരുന്നത് ചെയർമാൻ ആയിട്ടും. അതുപോലെ തന്നെ ഡയറക്ടർ ജനറൽ ആണ് അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ്. ആ കോർപ്പറേറ്റ് ബോഡിയുടെ
യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ എന്ന് പറയുന്നത് അതിന്റെ ചെയർമാനും അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ് ഡയറക്ടർ ജനറലുമാണ്. ഈ ഒരു എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ആരൊക്കെയാണ് ഇത് എന്താ പറയാ അതോറിറ്റി അധികാരത്തിൽ ഇരിക്കുന്നവർ ആരൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നൊരു ചെയർമാനും ഉണ്ട്, ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ട്. ആരൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് ചെയർമാനും ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത് ചീഫ് എക്സിക്യൂട്ടീവുമാണ്. മനസ്സിലായോ? ആ പാരഗ്രാഫ് ഫുൾ അണ്ടർലൈൻ ചെയ്തോ. ദർ ആർ മെനി ക്വസ്റ്റ്യൻസ്. അതിനകത്ത് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ESIയുടെ ഫുൾ ഫോം ആകാം, ESISന്റെ ഫുൾ ഫോം ആകാം, ESICയുടെ ഫുൾ ഫോം ആകാം. ESIC എന്ന് പറയുന്നത് എന്താണ്? സെമി ഗവൺമെന്റ് ബോഡിയാണ് നമ്മുടെ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിനെ ഗവേൺ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന്റെ ചെയർമാൻ ആരാണ്? അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആരാണ്? ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ തന്നെ ഉണ്ട്. ക്ലിയർ ആണല്ലോ? മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ അങ്ങനെ തന്നെ പഠിക്കാനുള്ളൂ. അത് വേറെ ഒന്നും നമുക്ക് മാറ്റങ്ങളൊന്നും വരുത്താനില്ല. സെന്റൻസ് മീനിങ് ഒന്നും അർത്ഥം അധികം അറിയണമെന്ന് നിർബന്ധമില്ല. ബിക്കോസ് അത് ആ രീതിയിൽ തന്നെ പഠിക്കേണ്ടതാണ്. ഏത് വർഷത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു, നമ്മുടെ ESI എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ, ഓൾ ദീസ് തിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇനി ഇതിന് എന്തൊക്കെ ബെനിഫിറ്റ്, എങ്ങനെയാണ് ബെനിഫിറ്റ് നമുക്ക് കിട്ടും എന്നുള്ളതൊക്കെയാണ് അടുത്തത് ഓരോരോ പോയിന്റ് ആയിട്ട് പറയുന്നത്. അപ്പൊ അതൊക്കെ സിമ്പിൾ ആണ്, വളരെ സിമ്പിൾ ആണ്, ആർക്കും പറ്റിയാലും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും എന്താ പറയുക ഇതായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് ടു മേക്ക് യൂസ് ഓഫ് ദിസ് ബെനിഫിറ്റ്. ഈ ESI എന്ന് പറയുന്നതിന്റെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ നേട്ടങ്ങൾ, അതിന്റെ ബെനിഫിറ്റ് എന്താണോ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയീസ്, ഇത് കൂടുതലും എംപ്ലോയീസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമുക്കറിയാം ജോലിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ഏത് ജോലിക്കാരെന്നൊക്കെ അവിടെ പറയേണ്ട വരെ പറയാം. അപ്പൊ ഈ ജോലിക്കാര് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ദേ മസ്റ്റ് ഹാവ് വർക്ക്ഡ് ഫോർ 78 days ബിഫോർ സിക്നസ്. ഇപ്പൊ എനിക്ക് എന്തെങ്കിലും വയ്യാകെ, ഞാനൊരു എംപ്ലോയി ആണ്, എനിക്ക് അങ്ങനെ ESIനകത്ത് ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻഷുറൻസ്, ESIയുടെ ഒരു ഇൻഷുറൻസ് ഞാൻ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു. അപ്പൊ ഞാൻ ആ അസുഖം വന്നിട്ട് അതിന്റെ ചികിത്സ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ചികിത്സയുടെ ചെലവ്, ആ ഒരു ഇൻഡെമിനിറ്റി, എനിക്ക് ആ ഫിനാൻഷ്യൽ ലോസ് അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി ആ ചെലവ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് ഹാവ് വർക്ക്ഡ് 78 days ബിഫോർ സിക്നസ്. ഞാൻ ആ അസുഖത്തിന് തൊട്ട് മുന്നുള്ള 78 ദിവസം എന്റെ ജോലി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ ഞാനിപ്പോ പുതിയതായിട്ട് വന്നു, ഒരു ജോലിയിലേക്ക് പുതിയതായിട്ട് വന്നതാണ്. ഒരു 50 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു. അപ്പൊ എനിക്ക് കിട്ടുമോ? നിങ്ങൾ പറ. അപ്പൊ എനിക്ക് കിട്ടോ? ആ ഇൻഷുറൻസിന് ബെനിഫിറ്റ് കിട്ടോ? ESI കിട്ടില്ല. വൈ? വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് ഐ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് എന്ത് ചെയ്യണം? 78 days. ആ ജോലിക്കാരൻ 78 ദിവസമെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള എന്താ പറയാ ലീസ്റ്റ് ആണ്, ഒരു മിനിമം 78 ദിവസമെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ സ്ഥലത്ത് വന്നിട്ട്. എന്നിട്ടാണ് ആൾക്ക് ജോലി എന്താ പറയാ അസുഖം വരുന്നതെങ്കിൽ അവർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. ഓക്കെ, ഇൻ ദ സെയിം കേസ് ഇതിനകത്ത് തന്നെ മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയുന്നത് മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടാൻ. മെറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അമ്മമാർക്ക്, അതായത് എന്താ പറയാ ഡെലിവറിക്ക് മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ മെറ്റേണിറ്റി ഒക്കെയുള്ള ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ വുമൺ ഹാസ് ടു വർക്ക് അവിടെ എത്ര ദിവസം? 70 days ബിഫോർ അവൈലിംഗ് ദ ബെനിഫിറ്റ്. ആ ബെനിഫിറ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം? ആ മെറ്റേണിറ്റി അലവൻസ് അല്ലെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ആ ജോലിക്ക് വന്നിട്ട് 70 ദിവസമെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. രണ്ടിന് രണ്ടാണ്. സിക്നസ്, വെറും സിക്നസ് 78 days കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ജോലിക്ക് കയറിയതിന് ശേഷമാണ് അസുഖം വരുന്നതെങ്കിൽ, ജോലിക്ക് കയറിയതിനു ശേഷം 70 ദിവസം കഴിഞ്ഞിട്ടാണ് മെറ്റേണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ നമുക്ക് എന്താ പറയാ ഡെലിവറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചൈൽഡിന്റെ ഉള്ളിൽ നമ്മുടെ ഡെലിവറിക്ക് മുമ്പുള്ള സമയത്ത് ആ ഒരു പീരീഡിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആകുകയാണെങ്കിൽ ആ ബെനിഫിറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ 70 ദിവസമെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ അല്ലേ? എന്തെങ്കിലും കുഴപ്പമില്ലല്ലോ? അതെ. ദിസ് policy or this scheme is primarily designed ആർക്ക് വേണ്ടിയിട്ട് ആണെന്ന് അറിയാമോ? ഇങ്ങനെ ഒരു സ്കീം ഉണ്ടാക്കിയിരിക്കുന്നത് മോസ്റ്റ് പ്രോബബ്ലി ഫോർ ദ ഫാക്ടറി വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. ആർക്കാണ്? ഫാക്ടറി ജീവനക്കാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവർക്കും ഇതുപോലെ തന്നെ ഒരുപാട് ആക്സിഡന്റ്സ് അല്ലെങ്കിൽ അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് ഇഷ്യൂസ്. അതായത് ഇപ്പൊ ചില ഫാക്ടറിയിൽ നിന്നൊക്കെ എന്താ പറയാ നമ്മളുടെ ഫ്യൂംസ്, അതായത് അവിടെ നിന്ന് പോയ്സണസ് ആയിട്ടുള്ള ഫ്യൂംസ് ഒക്കെ ഇങ്ങനെ ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ശ്വസിച്ചൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരും. അതെന്തുകൊണ്ടാ? മറ്റേതെങ്കിലും റീസൺ കൊണ്ടല്ല, ഇവിടെ ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് അതുപോലെ തന്നെ ആക്സിഡന്റ്സ് അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഏത് സ്കീമിന്റെ?
ESI. അപ്പൊ ESI എന്ന് പറയുന്നത് സ്പെഷ്യലി ഡിസൈൻഡ് ഫോർ നമ്മുടെ ഫാക്ടറി വർക്കേഴ്സ് ആണ്. മാത്രമല്ല അവരുടെ ആക്സിഡൻസ്, ഒക്യുപേഷണൽ ഹസാർഡ്സിനൊക്കെ വേണ്ടിയിട്ടാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അവൈലബിൾ ആയിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മളുടെ നാട്ടില്, നമ്മുടെ ഇന്ത്യയില് ഡിഫറെന്റ് ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. അപ്പൊ അവരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ആൻഡ് ഈ വർക്കേഴ്സിന്, ഈ എംപ്ലോയീസ്, അതായത് ഈ ജോലിക്കാർക്ക് അവർക്ക് ഈ ഒരു സ്കീമിന്റെ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ they should not receive a wage of rupees 21,000 per month. അതായത് 21,000 രൂപ എവിടെ മാസത്തില് 21,000 രൂപയിൽ താഴെ മാത്രം വേജസ് വാങ്ങിക്കുന്നവർക്കാണ് ഈ ഒരു സ്കീമിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ. 21,000 പെർ മന്ത് ആണ്. 21,000 രൂപയിൽ കുറയാത്ത, അതായത് അതിൽ കൂടുതലുള്ളവർക്ക് അപ്പൊ കിട്ടില്ല, ഈ ഒരു ബെനിഫിറ്റിന് അവൈലബിലിറ്റി കിട്ടില്ല. അപ്പൊ വർക്കേഴ്സ് ഡ്രോയിങ് വേജസ് നോട്ട് ഇൻ എക്സസ് ഓഫ് rupees 21,000 പെർ മന്ത്. 21,000 രൂപയിൽ കൂടുതലല്ലാതെ കൂലി വാങ്ങിക്കുന്ന, മാസത്തിൽ കൂലി വാങ്ങിക്കുന്ന ആളുകൾക്കാണ്, ഈ ഒരു വർക്കേഴ്സിനാണ് ഈ ഒരു സ്കീമിൽ പങ്കെടുക്കാനുള്ള കാര്യം ഉള്ളത്. ഓക്കെ, സെന്റൻസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആ പോയിന്റിന്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുന്നില്ല. ബിക്കോസ് ഓരോ പോയിന്റിലും ഇഷ്ടംപോലെ ചോദ്യമുണ്ട്. തൊട്ട് മുകളിലത്തെ രണ്ടാമത്തെ പോയിന്റിൽ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞില്ല. കാരണം എന്താ, സിക്നെസിന് 78 ദിവസം വരെയെങ്കിലും വർക്ക് ചെയ്തിരിക്കണം. മെറ്റേണിറ്റി ബെനിഫിറ്റിന് 70 ദിവസം വരെയെങ്കിലും സ്ത്രീകൾ ജോലി ചെയ്തിരിക്കണം. രണ്ട് പോയിന്റിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതകളുണ്ട്, വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഹെഡ് ഫോർ ഫാക്ടറി വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണെന്നും അതുപോലെ തന്നെ അവര് 21,000 രൂപയിൽ കൂടുതലല്ലാത്ത വേജസ് വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നില്ല കേട്ടോ. പോയിന്റ് ടിക്ക് ചെയ്യാം. ദെൻ എംപ്ലോയേഴ്സും ഈ ഒരു സ്കീമിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ നേരത്തെ SHI പറഞ്ഞില്ലേ, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ എന്താ പറഞ്ഞ, കോൺട്രിബ്യൂഷൻ ആര് നടത്തുന്ന പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞിട്ട് നാക്കെടുത്തോളൂ കൊണ്ട്. ആരാ? SHI, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ കോൺട്രിബ്യൂഷൻ ഷുഡ് ബി ഡൺ ബൈ ദ എംപ്ലോയർ, റൈറ്റ് അശ്വതി? അപ്പൊ എന്താണ്, അത് എംപ്ലോയർ ആണ് അതിന്റെ കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. എന്നാൽ നമ്മുടെ ESIയില്, എംപ്ലോയീസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമില് എന്താണ്, നമ്മളുടെ എംപ്ലോയറും എംപ്ലോയിയും ഒരുപോലെ എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം, രണ്ടുപേരും കൊടുക്കണം. പക്ഷെ അത് മെജോറിറ്റി പാർട്ട് കൊടുക്കുന്നത് എംപ്ലോയർ ആണ്. എംപ്ലോയർ ആണ് കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നത്. ദാറ്റ് ഈസ് 3.25%. അവരുടെ വേജസ്, അവരുടെ കൂലി എത്രയാണോ അതിന്റെ 3.25% എന്ത് ചെയ്യുന്നു എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഈ ഒരു സ്കീമിൽ ഭാഗമാകാൻ. എംപ്ലോയിയുടെ ഭാഗത്തു നിന്നും ഒരു പിടുത്തമുണ്ട്. അത് എത്രയാ? 0.75%. 0.75% ആര് കൊടുക്കേണ്ടിയുള്ളൂ? എംപ്ലോയി. ഇപ്പൊ ഞാൻ ഒരു ESI സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണ്, ഒരു ഫാക്ടറി വർക്കർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ കോൺട്രിബ്യൂഷന്റെ, എനിക്ക് എത്ര രൂപയാണോ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, എന്താ പറയാ, എന്റെ വേജസിന്റെ ഒരു 3.25% ആര് പ്രൊവൈഡ് ചെയ്യും? നമ്മുടെ എംപ്ലോയർ. ഇവിടുത്തെ മാനേജ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയർ, എന്റെ ജോലി തന്നതാരാണ്, അവർ കൊടുക്കും. ആൻഡ് എന്റെ വേജസിന്റെ ഒരു 0.75% മാത്രമേ എന്റെ കയ്യിൽ നിന്ന് പോകേണ്ടതുള്ളൂ. ക്ലിയർ ആണോ? എംപ്ലോയി കൊടുക്കുന്നു. യെസ്. അപ്പൊ ആ പോയിന്റും അണ്ടർലൈൻ ചെയ്യാൻ മറക്കണ്ട. ആ ഒരു പെർസെന്റേജിന്റെ ആ ഒരു വാല്യൂ പറഞ്ഞിട്ടുണ്ട്, അതും മറക്കണ്ട. അത് രണ്ടും കൂടി ചേർത്ത് മൊത്തം 4% കേട്ടോ. 4% ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രിബ്യൂഷൻ നടത്തേണ്ടത്. ദെൻ ഇനി വീണ്ടും ഒരു കാര്യം പറഞ്ഞു. അപ്പൊ നമ്മൾ തൊട്ട് മുന്നിൽ പറഞ്ഞു എംപ്ലോയർ ആൻഡ് ഓൾസോ എംപ്ലോയി ഹാസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ കോൺട്രിബ്യൂഷൻ നടത്താൻ എംപ്ലോയറും എംപ്ലോയിയും വേണമെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ചെറിയ എക്സ്ക്ലൂഷൻ വീണ്ടും പറയുന്നുണ്ട്. ഒരു എന്താ പറയാ, ഒരു എക്സ്ക്ലൂഷൻ. അപ്പൊ എവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു എക്സ്ക്ലൂഷൻ പറഞ്ഞിരിക്കുന്നത്, എ വർക്കർ ഹു ഈസ് നോട്ട് ഡ്രോയിങ് ഓർ ഹു ഈസ് ഡ്രോയിങ് എ വേജ് ഓഫ് ₹176 പെർ ഡേ, ഡെയിലി 176 രൂപയിൽ കുറവ് വാങ്ങിക്കുന്ന വർക്കേഴ്സിന് ഷാൽ നോട്ട് പേ ദ കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടതില്ല. മനസ്സിലായി? ഇപ്പൊ ഒരു ആളുടെ വേജസ് എന്ന് പറയുന്നത് 176 രൂപയിൽ താഴെയാണെങ്കിൽ, ആ വർക്കർ എന്ത് ചെയ്യണ്ട? വർക്കർ അയാളുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കണ്ട. അപ്പൊ ആര് മാത്രം കൊടുത്താൽ മതിയാകും? എംപ്ലോയർ മാത്രം കൊടുത്താൽ മതിയാകും. ഓക്കെ, അപ്പൊ എംപ്ലോയിയുടെ വാങ്ങിക്കില്ല. ക്ലിയർ ആണോ? ആ പോയിന്റ് എല്ലാം മനസ്സിലായ? 4 പോയിന്റുകളിൽ 4 പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ESI എന്ന് പറയുന്ന എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റുകളുടെ ചില കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെ. അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ. ഇനി എന്തൊക്കെ ബെനിഫിറ്റുകൾ കിട്ടും? ഇത് ബെനിഫിറ്റ് കിട്ടുന്ന ആ ഒരു രീതികളാണ് പറഞ്ഞത്. 4 പോയിന്റ്. നമ്മൾ ഏതൊക്കെ 4 പോയിന്റ് പറഞ്ഞു? ഒന്ന്, ഒരു സിക്നെസിന്റെ ഒരു ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 78 ദിവസം വരെയെങ്കിലും വർക്കർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ത്രീകളും മെറ്റേണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ് ആണ് അവര് ചോദിക്കുന്നതെങ്കിൽ അവർക്ക് 70 ദിവസം വരെയെങ്കിലും വിമൻസ് ജോലി ചെയ്തിട്ടുണ്ട്. വിമൻ.
ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ഇതിന്റെ പ്രധാനമായിട്ടും ഇത് ഫാക്ടറി വർക്കേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണെന്നും ആ ഫാക്ടറി വർക്കേഴ്സ് 21,000-നേക്കാൾ കുറവാണ് പെർ മന്ത് സാലറി ഓർ വേജസ് വാങ്ങിക്കുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഈ ഒരു സ്കീം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എംപ്ലോയറും എംപ്ലോയിയും ഇതിന്റെ പ്രീമിയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം. എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തത് 3.25%, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്തത് 0.75% എന്ന് പറഞ്ഞു. ആൻഡ് ഇനി എംപ്ലോയിക്ക് ഒരു എക്സ്ക്ലൂഷൻ എന്താ പറയാ, ഒരു ഒഴിവാക്കിയിട്ടുണ്ട് എംപ്ലോയിനെ ചില സാഹചര്യത്തിൽ. എങ്ങനെയാണെങ്കിൽ 176 രൂപയിൽ കുറവാണ് ഡെയിലി വേജസ് വാങ്ങിക്കുന്നതെങ്കിൽ അത്തരം എംപ്ലോയീസ് എന്ത് ചെയ്യണ്ട, അവർ പ്രീമിയത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട. ഇത് ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ആ 4 പോയിന്റ്സിലായിട്ട് പറഞ്ഞത് കേട്ടോ. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. Then let's see which are the benefits. ഇനി നമുക്ക് നോക്കാം ഈ ഒരു സ്കീമിൽ എന്തൊക്കെ ബെനിഫിറ്റ് ഇവർക്ക് കിട്ടും. ഒന്നാമത്തെ ബെനിഫിറ്റ് സിക്നെസ് ആണ്. രോഗം വരുമ്പോൾ വയ്യാണ്ടിരിക്കുന്നുള്ള ബെനിഫിറ്റ് ആണ്. ഈ ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോൾ എന്ത് ബെനിഫിറ്റ് അവർക്ക് കിട്ടുന്നത്? 70% ഓഫ് ദ ഡെയിലി വേജസ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 91 ഡേയ്സ് ഇൻ എ ഇയർ. ഒരു വർഷത്തില് 91 ദിവസത്തോളം അവർക്ക് എന്ത് കിട്ടും? അവരുടെ ഒരു ദിവസത്തെ കൂലിയുടെ 70% വീതം കിട്ടുന്നു. എത്ര ദിവസം കിട്ടും അങ്ങനെ? 91 ദിവസം. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ, കാരണം ഇവരൊക്കെ എംപ്ലോയീസ് ഫാക്ടറി വർക്കേഴ്സ് ആണല്ലോ കൂടുതലും. ഫാക്ടറി വർക്കേഴ്സിന് ആ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ഒക്യുപേഷണൽ ഹസാർഡ്സ് കൊണ്ടുണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസ്, അതായത് അവരുടെ ജോലി സംബന്ധമായിട്ടുള്ള ചില രോഗങ്ങൾ വരും. ആ രോഗങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ ദിവസമൊക്കെ അവർക്ക് ചിലപ്പോൾ ജോലിക്ക് വരാൻ പറ്റില്ല. അല്ലേ? ശരിയല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എന്തിനാ ഈ ഫാക്ടറി വർക്കേഴ്സിൽ പോകണം? അല്ലാണ്ട് തന്നെ നമ്മൾക്കിപ്പോ ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ തണുപ്പ് കൂടിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ശ്വാസം തടസ്സമായിരിക്കും. ശ്വാസം കൂട്ടി കഴിഞ്ഞാൽ ഈ പറഞ്ഞതൊന്നും നമുക്ക് പറ്റില്ല. ഇപ്പൊ ഞാനിപ്പോ ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മള്, അല്ലെ? ഈ കാര്യം നടക്കുന്നു എന്നെന്താ, ശ്വാസം വലിക്കാൻ നേരം കിട്ടില്ല, പിന്നെ എങ്ങനെ സംസാരിക്കാൻ നേരം കിട്ടും? അപ്പൊ പറ്റില്ല, ശ്വാസ തടസ്സം. ഈ ഫാക്ടറി വർക്കേഴ്സിന് കൂടുതലും അവർക്ക് ഉള്ള ഒരു ഇഷ്യൂ ആണ് ഈ എന്താ പറയാ ബ്രീത്തിങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. ബ്രീത്തിങ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ മനുഷ്യന് ഒരു തീരെ പറ്റില്ല, അല്ലെ? ശ്വാസം എടുക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, അപ്പൊ ഒന്ന് എന്താ പറയാ എന്ന് പറഞ്ഞ് തന്നെ മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റില്ല. അത്തരം സാഹചര്യങ്ങൾക്ക് അവർക്ക് ജോലിയൊക്കെ പോകും. എന്ന് വെച്ചാൽ ജോലിക്ക് പോകാൻ പറ്റില്ല, അവര് ലീവ് എടുക്കേണ്ടി വരും. അങ്ങനെ ലീവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെങ്ങനെ ജീവിക്കും? അവരുടെ വീട്ടിലെ ഇൻകം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലേ, വരുമാന മാർഗമൊക്കെ ഉള്ള ആളാണ് ആ വ്യക്തി മാത്രമാണെങ്കിൽ അവരുടെ വീട് ബാക്കിയുള്ളവരെങ്ങനെ അവരുടെ ബാക്കി ഡെയിലി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന സ്കീം തന്നെ. സോ ദേ വിൽ ഗെറ്റ്, അവർക്ക് എന്ത് കിട്ടും? ഒരു ആവറേജ് വേജ് ഒരു 70%, അവരുടെ ആവറേജ് വേജസിന്റെ ഒരു 70%. ഇപ്പൊ ഒരു 700 രൂപയാണ് അവരുടെ, അല്ലെങ്കിൽ 100 രൂപയാണ്, നമ്മൾ 100 രൂപയാണെന്ന് വിചാരിക്കും. 100 രൂപ അപ്പൊ എളുപ്പം പറയാനല്ല, അതുകൊണ്ടാണ് 100 രൂപയാണെങ്കിൽ അവർക്ക് 70 രൂപ വെച്ച് എന്ത് കിട്ടും? ഏതൊക്കെ ദിവസം അങ്ങനെ ജോലിക്ക് പോകാൻ പറ്റാതെ വയ്യായ്ക വന്നിട്ടുണ്ടോ അങ്ങനെ 91 ദിവസം വരെ കേട്ടോ, 91 ദിവസം വരെ ഇയറിലാണ്. ഒരു ഇയറിൽ എത്ര ദിവസം ഉണ്ട്? ഒരു ഇയറിൽ എത്ര ദിവസം ഉണ്ട്? ഉറങ്ങണില്ലല്ലോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇതൊക്കെ ഞങ്ങളോടാണ് ചോദിക്കുന്നത്. ഇതൊക്കെ എന്ത് എന്നുള്ള രീതി അതല്ല, നിങ്ങൾ ഉറങ്ങണില്ലെങ്കിൽ ടൈപ്പിംഗ് വരുമല്ലോ അവിടെ, അതുകൊണ്ട് ചോദിച്ചതാ. യെസ്, 365 അല്ലെങ്കിൽ 366 വരുമല്ലോ. അപ്പൊ അങ്ങനെ ആ ദിവസങ്ങളില്, ആ ഒരു വർഷത്തിലെ 365 ദിവസത്തില് 91 ദിവസം വരെയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ഇടയ്ക്കോ ജോലിയൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ വയ്യായ്കയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസത്തെ എന്ത് കിട്ടും? 70% വേജസ് കിട്ടുന്നു. അതാണ് സിക്നെസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മറക്കണ്ട, അണ്ടർലൈൻ ചെയ്ത് തന്നെ വെക്കുക. ഓക്കെ, ഇതന്നെ എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ് ആണ്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ചില രോഗങ്ങൾക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, സിക്നെസ് ബെനിഫിറ്റ് സാധാരണ പേർക്ക് 365 ദിവസത്തിൽ 91 ദിവസം ജോലിക്ക് ഒന്നും പോകാൻ പറ്റിയില്ല എങ്കിൽ ഒരു 70% വേജസ് കിട്ടുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ചില രോഗങ്ങളുണ്ട്. ഏത് രോഗങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്? ട്യൂബർക്യുലോസിസ്. ട്യൂബർക്യുലോസിസ് എന്താ? TB അല്ലെ? TB എന്ന് പറഞ്ഞ അസുഖം ഉണ്ടല്ലോ, അല്ലെ? ഇപ്പൊ അധികം അങ്ങനെ കേൾക്കാനൊന്നുമില്ല. ഭയങ്കര പണ്ടൊക്കെ ഇതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ അതിനൊക്കെ എഗെയിൻസ്റ്റ് നമ്മളൊരു ഇഞ്ചക്ഷൻ ഒക്കെ ജനിച്ച് കുറച്ച് കഴിയുമ്പോൾ തുടങ്ങിയൊക്കെ എടുക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത്തരം രോഗങ്ങളൊന്നും അത്ര അങ്ങനെ വ്യാപിച്ചിട്ടില്ല. ഇപ്പൊ അതൊന്നും അധികവും ഇല്ല, പണ്ടൊക്കെ ഉണ്ടായിരുന്നു അത്. അപ്പൊ ഈ TB, അതുപോലെ തന്നെ എന്താണ് ലെപ്രോസി എന്താണ്? കേട്ടിട്ടുണ്ടോ? കുഷ്ഠരോഗം. അതും നമുക്ക് അത്ര ഇപ്പൊ കാണുന്ന ഒരു രോഗമല്ല. പണ്ടൊക്കെ ഇതൊക്കെ ഇപ്പൊ മരുന്നുകളുണ്ട്, ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഷ്ഠരോഗം, അതുപോലെ വലിയ ഫ്രാക്ചേഴ്സ്, അതുപോലെ മാലിഗ്നസി എന്ന് വെച്ചാൽ ഭയങ്കര മാരകമായ രോഗങ്ങൾ, അങ്ങനെയുള്ള മാരക രോഗങ്ങളും ഇതുപോലെയുള്ള ചില രോഗങ്ങൾക്കൊക്കെ ഈ
തൊട്ട് മുകളിൽ പറഞ്ഞ സിക്നസ് ബെനിഫിറ്റിന് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തത്, കുറച്ചുകൂടി നീട്ടി തന്നിട്ടുണ്ട്. എന്ത് കിട്ടും അവർക്ക്? 80% അവരുടെ വേജസിന്റെ അവർക്ക് കിട്ടും. നേരത്തെ പറഞ്ഞപ്പോ 100 രൂപയാണെങ്കിൽ ഒരാളുടെ കൂലിയെങ്കിൽ 70 രൂപ വെച്ച് ആ മുടക്കം വന്നിരിക്കുന്ന 91 ദിവസം വരെ കിട്ടും. ഇപ്പൊ 50 ദിവസം കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 ദിവസവും അവർക്ക് ആ വേജസിന്റെ 70% വെച്ച് കിട്ടും. അതെ, പക്ഷെ ഇത് ഇത്തരം രോഗങ്ങൾ, മാരകമായിട്ടുള്ള ചില രോഗങ്ങളാണെങ്കിൽ ആ ഒരു 365 ദിവസം എന്നുള്ളത് എന്തായിട്ടുണ്ട്? അത് 2 ഇയേഴ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 2 വർഷത്തോളം അവർക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. മാത്രമല്ല അത് 80% ആക്കിയിട്ടുണ്ട്. എത്ര? 80% ആക്കി മാറ്റിയിട്ടുണ്ട്. കാരണം എന്താ? അതിന് കുറച്ചുകൂടി കൂടുതൽ ചിലപ്പോ അവധികളൊക്കെ പോകും, ലീവ് എടുക്കേണ്ടി വരും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു എക്സ്റ്റൻഷൻ. അപ്പൊ എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുന്നതും നമ്മളുടെ ESIയുടെ മറ്റൊരു ബെനിഫിറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? സിക്ക് റിലേറ്റഡ് ടു ജോബ്, അതായത് ജോബിൽ റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ ആക്സിഡൻസും. യെസ്. Then the third one, enhanced sickness benefit ആണ്. enhanced എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്രൂവ് ചെയ്യാനുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് ആർക്ക് വേണ്ടിയിട്ടാ? 7 days for male beneficiaries and 14 days for female beneficiaries in the event of sterilization. സ്റ്റെറിലൈസേഷൻ കേട്ടിട്ടുണ്ടോ? എന്തായിരിക്കും? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. സ്ത്രീകൾക്ക് 14 ദിവസവും സ്റ്റെറിലൈസേഷൻ പീരീഡിൽ അവർക്ക് ബെനിഫിറ്റ് കിട്ടും. പുരുഷന്മാർക്കാണെങ്കിൽ 7 ദിവസവും. എന്താ അത്? വന്ധ്യകരണം എന്ന് കേട്ടോ? യെസ്, അത് തന്നെ സാധനം. അത് അപ്പൊ അങ്ങനത്തെ ഒരു ബെനിഫിറ്റ് 7 ദിവസം പുരുഷന്മാർക്ക് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസം. അപ്പൊ അതുകൊണ്ട് ആ ഒരു ദിവസങ്ങളിൽ അത്രയും ദിവസത്തെ ബെനിഫിറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്. ദിവസങ്ങളുടെ എണ്ണം മറക്കണ്ട. മെയിലിന് 7 ദിവസവും ഫീമെയിൽസിന് 14 ദിവസമാണ് ആ ഒരു സിക്നസ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റിന് അവൈലബിലിറ്റി ഉള്ളത്. മെറ്റേണിറ്റി ബെനിഫിറ്റ് അടുത്തത്, അതായത് നമ്മുടെ പ്രഗ്നൻസിയുമായിട്ട് അത് ബന്ധപ്പെട്ടതാണ്. ഫുൾ വേജസ് ആണ് കിട്ടുക. ഫുൾ വേജസ് കിട്ടും. എത്ര ദിവസം കിട്ടും? 180 ദിവസം. 180 ദിവസം എന്ന് പറയുമ്പോ 180 ദിവസം എന്ന് പറയുമ്പോ എത്ര മാസം? എത്ര മാസമാണ്? 6 months ആണ്. യെസ്, അതായത് പ്രഗ്നൻസി പീരീഡില് അതായത് ബിഫോർ ചൈൽഡ് ബർത്തും ആഫ്റ്റർ ചൈൽഡ് ബർത്തും അല്ലെ. അങ്ങനെ 3 മാസമാണ്. മുമ്പുള്ള 3 മാസം, അത് കഴിഞ്ഞിട്ടുള്ള 6 മാസമൊക്കെ. അങ്ങനെ 180 ദിവസത്തോളം അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആ ഫുൾ വേജസ് ആയിട്ട് കിട്ടാം. മുഴുവൻ ദിവസവും 180 ദിവസം നമ്മൾ ജോലിക്ക് പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ 180 ദിവസത്തെയും ഒരു ദിവസത്തെ വേജസ് എത്രയാണ് അത് ഫുള്ളും ഇൻറ്റു 180 വെച്ച് ചെയ്ത് നമുക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഓൾസോ 6 weeks ഇൻ ദ ഇവന്റ് ഓഫ് മിസ്കാരേജ് ഓഫ് MTP. മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ കുട്ടി ഉണ്ടായി സ്റ്റേറ്റിൽ വലിയ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞപ്പോ അത് അബോർട്ടഡ് ആയിപ്പോയി അല്ലെങ്കിൽ അതാണ് ഉദ്ദേശിച്ചത്. ഓർ MTP. എന്താണ് MTP എന്ന് പറയുന്നത്? നമ്മളുടെ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയാണ്. പ്രഗ്നൻസിനെ അവസാനിപ്പിക്കുന്ന ആ ഒരു പീരീഡ്. അതെ, ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു 6 weeks 6 ആഴ്ചക്കാലം, ഒരു 1.5 മാസത്തെ ഒരു ബെനിഫിറ്റും അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ മെറ്റേണിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ 3 കാര്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. 180 days in case of pregnancy പീരീഡിൽ 180 ദിവസം ഫുൾ വേജസ് പ്രൊവൈഡ് ചെയ്യും. 6 weeks in the event of miscarriage or MTP. MTPക്ക് മിസ്കാരേജിനും 6 ആഴ്ചയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മനസ്സിലായല്ലോ? യെസ്. അടുത്തത് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. ഡിസേബിൾ ആവാന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഏതെങ്കിലും തരത്തില് ടെമ്പററി ആയിട്ടോ ഒക്കെ എന്തെങ്കിലും ജോലി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും ഡിസേബിൾമെന്റ് വന്നു, കാലോ കയ്യോ ഒക്കെ എന്തെങ്കിലും ചിലപ്പോ ഏതെങ്കിലും പാർട്ടൊക്കെ ഇങ്ങനെ പോകുക, നമ്മളുടെ എന്തെങ്കിലും സംഭവിച്ചു പോകുക, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ 90% ഓഫ് ദ വേജസ് ഇൻ ക്യാഷ് ആണ് കേട്ടോ. അവരുടെ ഇപ്പൊ ചിലപ്പോ കാലിന്റെ ഒരു ഭാഗം പോകുക, അല്ലെങ്കിൽ കൈപ്പത്തി പോവുക, അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്, വിരലിൽ പോവുക. അങ്ങനെ ഡിസേബിൾമെന്റ് സംഭവിക്കുകയാണെങ്കിൽ 90% ഓഫ് വേജസ് ഇൻ ക്യാഷ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ഡിസേബിൾമെന്റ്. ആ പീരീഡിന്റെ ഉള്ളിൽ അവർക്കുണ്ടാകുന്ന ഡിസേബിൾമെന്റിന് അവരുടെ വേജസിന്റെ 90%, ഇപ്പൊ 100 രൂപയാണെങ്കിൽ ഓരോ ദിവസവും 100 രൂപയാണെങ്കിൽ അതിന് 90 രൂപ വെച്ച് ക്യാഷ് ആയിട്ട് തന്നെ അവർക്ക് കിട്ടുന്നതായിരിക്കും. അതാണ് ഏതെന്ന് പറയുന്നത്? ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. ടെമ്പററി ആയിട്ടുള്ള ഡിസേബിൾമെന്റിന് കിട്ടുന്നതാണ്. ക്ലിയർ ആണല്ലോ? അവയവങ്ങള് മുറിഞ്ഞു പോകാന്ന് പറഞ്ഞാൽ ഒടിഞ്ഞോ, അത് ചിലപ്പോ വെറുതെ മുറിഞ്ഞു കൊണ്ടല്ല, എന്തെങ്കിലും ആക്സിഡൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു, ഡിസേബിൾഡ് ആയി. അപ്പൊ ചിലപ്പോ ഒരു വിരലിന്റെ ഭാഗമോ അല്ലെങ്കിൽ മുറിഞ്ഞോ, അല്ലെങ്കിൽ ചിലപ്പോ ഒട്ടും തന്നെ പറ്റാതെ ജോലിക്കൊന്നും പോകാൻ പറ്റാതെ കയ്യിലും കാലിലും വലിയ ഫ്രാക്ചർ ഒക്കെ വന്നു. അപ്പൊ ഡിസേബിൾഡ് ആയല്ലോ, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, കാലിന്റെ കുത്തിന്റെ താഴേക്ക് എന്തെങ്കിലും ഫ്രാക്ചർ വന്നു, ഒട്ടും കാലുത്താനൊക്കെ പറ്റാതെ കുറെ ദിവസം നീണ്ട ദിവസങ്ങളിൽ ലീവ് എടുക്കേണ്ടി വരും.
അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു 90% ഓഫ് ദ വേജസ് എത്ര നാളാണോ ഡിസേബിൾഡ് ആയിട്ട് നമ്മൾ ഇരുന്നിരുന്ന ആ സമയം വരെയുള്ളത് കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് വൺ ഫ്യൂണറൽ ബെനിഫിറ്റ് ആണ്. ഫ്യൂണറൽ എന്താ? സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ESI എടുത്തിരിക്കുന്ന ആള് മരിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള സംസ്കാരവുമായി ഫ്യൂണറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകൾക്ക് വേണ്ടിയിട്ട് ആ വീട്ടിലെ എൽഡസ്റ്റ് മെമ്പർക്ക് ഒരു 15,000 രൂപ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂണറൽ പർപ്പസിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി 15,000 രൂപ കിട്ടും. ഏതാണ്? ESIയില് 15,000 ഫോർ ദ എൽഡസ്റ്റ് മെമ്പർ, സർവൈവിംഗ് മെമ്പർ. ആ വീട്ടിലെ ആ ഒരു ഫാമിലിയിലെ സർവൈവിംഗ് ആയിട്ടുള്ള ജീവിക്കുന്ന ആള് ആരാണോ അവർക്ക് ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള ആളുടെ കയ്യിലായിരിക്കും ആ ഒരു 15,000 രൂപ ഫ്യൂണറലിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഫ്യൂണറൽ ബെനിഫിറ്റ് ആണത്. ഓക്കെ. നെക്സ്റ്റ് വൺ മെഡിക്കൽ ബെനിഫിറ്റ് ആണ്. ഇതെന്താ മെഡിക്കൽ ബെനിഫിറ്റ്? മെമ്പേഴ്സ് ഓഫ് ദ വർക്കർ, അതായത് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇഫ് ദേ നീഡ് സം ഔട്ട്സൈഡ് ട്രീറ്റ്മെന്റ്, ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ്, അതായത് നമ്മുടെ ആ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഹോസ്പിറ്റൽ മറ്റേതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗത്തിലൊക്കെ കാണിക്കണമെന്ന് വിചാരിക്കാം. നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരാൾക്ക് വയ്യാണ്ടായ കൊണ്ടുപോകും. പക്ഷെ അവിടുത്തെ ചികിത്സ പുറമെ ഇഫ് ദ നീഡ് സം സ്പെഷ്യൽ അറ്റൻഷൻ ഫ്രം സം എനി അതർ സ്പെഷ്യലിസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുത്തെ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവിടേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസ് സർവീസസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സർവീസസ്, ഇപ്പൊ ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിനകത്ത് തന്നെ ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതിനൊക്കെ വേണ്ടി വരുന്ന കാര്യങ്ങൾ അതിനൊക്കെ കൊടുക്കുന്ന ബെനിഫിറ്റ് ആണ്. അത്തരം ബെനിഫിറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ESIയില് മെഡിക്കൽ ബെനിഫിറ്റ് എന്നാണ് അതിനെ പറയുക. ക്ലിയർ ആയോ? അപ്പൊ ഏതൊക്കെ ബെനിഫിറ്റ് ആണ് നമ്മളുടെ ESIയിലുള്ളത്? സിക്നസ് ബെനിഫിറ്റ്, എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, ഫ്യൂണറൽ ബെനിഫിറ്റ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്. ക്ലിയർ? ക്ലിയർ അല്ലേ? ഔട്ട്ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഔട്ട്ഡോർ മാത്രമല്ല അവിടെ പറഞ്ഞേക്കുന്നത്, ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസ്, പ്രത്യേകിച്ച് ഏതെങ്കിലും വിഭാഗം. ഇപ്പൊ നമ്മളൊരു ആൾക്ക് രോഗം വന്നു ആ രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷെ ആൾക്ക് ആ രോഗവുമായി ബന്ധപ്പെട്ടിട്ട് വേറെ ഏതെങ്കിലും എന്താ പറയാ സ്പെഷ്യലൈസ്ഡ് കെയർ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ വേണം. ചിലപ്പോൾ ലങ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, അപ്പൊ നമ്മുടെ ലങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെസ്റ്റ് ഇൻഫെക്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത്തരം വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് എന്ന് വെച്ചാൽ ആൾക്ക് ചികിത്സ കൊടുക്കുന്നത് കൂടാതെ അയാൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സ്പെഷ്യലൈസ്ഡ് കെയർ ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ സർവീസ് ഉപയോഗപ്പെടുത്തണ്ടേ. അപ്പൊ അതിന് വേണ്ടി വരുന്ന എക്സ്പെൻസുകളോ മീറ്റ് ചെയ്യോ അതിന് വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റുകളോ പ്രൊവൈഡ് ചെയ്യും. കിട്ടിയില്ലേ? കിട്ടിയില്ലോ? യെസ്. അപ്പൊ അടുത്തത് നമ്മളിവിടെ പറഞ്ഞിരുന്നു ESIയില് എംപ്ലോയറും എംപ്ലോയിയും ബോത്ത് ഷാൽ കോൺട്രിബ്യൂട്ട് ടു ദ പ്രീമിയം അല്ലെ. പ്രീമിയത്തിന് വേണ്ടി രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യണം. എംപ്ലോയറും കൊടുക്കണം എംപ്ലോയിയും കൊടുക്കണമെന്ന് പറഞ്ഞു. എംപ്ലോയർ എത്ര കൊടുക്കണമെന്ന് പറഞ്ഞത്? വേജ് ബില്ലിന്റെ എംപ്ലോയർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം? 3.25%. ഇനി എംപ്ലോയിയോ 0.75%. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നൊരു ഉദാഹരണം അവരവിടെ കാണിച്ചിട്ടുണ്ട്. എന്താ അത് കാണിച്ചേക്കണേ? Let's say the calculated wages as per the ESI Act 1948 is INR rupees 20,000. INR എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡൈസ്ഡ് റേറ്റ് ആണ് കേട്ടോ. സോറി, ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് ആണ്. INR എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അതായത് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ റേറ്റ് 20,000 രൂപയാണ് ഒരാളുടെ വേജസ് എന്ന് വിചാരിക്കാം. ഒരാളുടെ കൂലി 20,000 രൂപയാണ് പെർ മന്ത് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് എക്സാമ്പിൾ ആയിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിയേ, ശരിയാണോ നോക്കിയേ. എംപ്ലോയർ 20,000ന്റെ 3.525% കൊടുക്കാം. 20,000 ഇൻറ്റു INRന്റെ ഫുൾ ഫോം ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ്. അല്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കട്ടെ എല്ലാവരും. റേറ്റെന്നോ റേഷ്യോന്നോ എന്ത് വേണമെങ്കിലും തന്നെ. ഇന്റർനാഷണൽ നോർമലൈസ്ഡ് NORMALISED നോർമലൈസ്ഡ് റേഷ്യോ എന്റെ റേറ്റ് ഒക്കെ ഒന്ന് തന്നെ. ഓക്കെ, റേഷ്യോ എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇല്ലേ 20,000ന്റെ 3.25% 650 അല്ലേ? ആണോ നോക്കിയേ. 20,000 ഇൻറ്റു 3.25/100. 2 വെട്ടിക്കളഞ്ഞു. അത് 100ന്റെ 2 0, 20,000ന്റെ 2 വെട്ടിക്കളഞ്ഞു. ബാക്കി വന്നത് 200 ഇൻറ്റു
3.25 അല്ലെ? 3.25നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 0 അവിടെ കിടക്കട്ടെ, 200 കൊണ്ട് ഗുണിക്കണ്ട. അപ്പൊ 325 × 2 650. 650 ഇട്ടിട്ട് 200ന്റെ 2 0 ചേർക്കണം. അപ്പൊ 2ന് 0 ചേർക്കുന്നു. പക്ഷെ 3.25ന്റെ 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടണം. അപ്പൊ എത്രയായി? 650. ക്ലിയർ? മനസ്സിലായില്ലേ? അതേപോലെ തന്നെ 20,000ന്റെ 0.75%. 20,000 × 0.75/100. അവിടെയും നമുക്ക് 20,000ന്റെ 2 0, 100ന്റെ 2 0 വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ളത് 200 × 0.75. ഓക്കെ, 75 × 2 ചെയ്താൽ മതി. 75 × 2 150 ആണ്. 150ന്റെ കൂടെ 200ന്റെ 2 0 ചേർക്കുമ്പോ 150, പിന്നെ 2 0 അതിന് 5000 വരും. പക്ഷെ 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടാനുണ്ട്. 2 സ്ഥാനത്തേക്ക് പോയിന്റ് ഇടുമ്പോൾ 150 രൂപ. 2 കൂടി ചേർത്ത് മൊത്തം കോൺട്രിബ്യൂഷൻ 800 രൂപ. മനസ്സിലായോ? എംപ്ലോയർ ആ വേജസിന്റെ 650 രൂപയും കൊടുത്തു, എംപ്ലോയിയുടെ ഒരു 150 രൂപയും കൊടുത്തു. അങ്ങനെ മൊത്തം 800 രൂപയാണ് ആ ഒരു 20,000 രൂപ വേജസ് വാങ്ങിക്കുന്ന ഒരാളുടെ എന്ത് പോകുന്നത്? കോൺട്രിബ്യൂഷൻ ടു പ്രീമിയത്തിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. ഏതില്? അണ്ടർ ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിൽ. ക്ലിയർ ആയോ? കണക്ക് മനസ്സിലായില്ലേ? ചിലപ്പോ കണക്കൊക്കെ ഉണ്ടാവും പരീക്ഷയ്ക്ക്. കണക്ക് അങ്ങനെ ചിലപ്പോ ചെയ്യും, തരും. 20,000ന്റെ മാത്രമല്ല, ചിലപ്പോ 15,000 തരാം, ചിലപ്പോ 18,000 തരാം, 13,000 തരാം. അത് വെച്ചിട്ട് നിങ്ങളോട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചോ. ഓക്കെ, സോ അപ്പൊ നമ്മളിപ്പോ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസും ഈ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് 2 ടൈപ്പ് ഓഫ് ഇൻഷുറൻസുകൾ പഠിച്ചു. ഓക്കെ, പഠിച്ചല്ലോ? എല്ലാവരും പഠിച്ചില്ലേ? സിമ്പിൾ സാധനമാണ്. മെഡിക്കൽ ഇൻഷുറൻസ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് തോന്നുന്നത് 4th മൊഡ്യൂളിൽ. ഇല്ലേ? അല്ലേ? സന്തോഷമില്ലെന്ന് തോന്നുന്നല്ലോ പിള്ളേരെ. യെസ്, ഓക്കെ. ഇനി നമ്മൾ അടുത്തൊരു സ്കീമാണ് ഇനി പഠിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീമാണ് കേട്ടാ. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്, നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ഏതാണ്ട് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം, CGHS, അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. അതിനകത്ത് ഓരോ അക്ഷരവും ഇതിനെ ഡിനോട്ട് ചെയ്യുന്നതോടുകൂടി അറിഞ്ഞിരിക്കാം. ഇറ്റ്സ് ഓൾസോ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഹെൽത്ത് ഇൻഷുറൻസ്. ഇതും ഒരു പഴയകാല ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി തന്നെയാണ്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കിയ ഒരു ഇൻഷുറൻസ് സ്കീമാണ് എന്നുള്ള കാര്യം മറക്കണ്ട. CGHS, സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, ഇനി അത് സ്കീം ഡ്യൂറിംഗ് ദ ഇയർ 1954, 1954 ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആൻഡ് ഓൾസോ ഇറ്റ് ഗിവ്സ് കവറേജ് ടു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ്. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? പറഞ്ഞു ഞാൻ നേരത്തെ അല്ലെ? സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷനേഴ്സിനും, പെൻഷൻ കിട്ടുന്നവർക്കും ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്കീമാണ് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം. മനസ്സിലായോ? പ്രവരെ മനസ്സിലായോ? ആ സെന്റൻസ് ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. എന്നാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആർക്ക് ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. 3 സെന്റൻസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ തന്നെ ആയി. ഓക്കെ, ഇതിനകത്ത് ഒരുപാട്, അപ്പൊ നമ്മൾ വിചാരിക്കും സെൻട്രൽ ഗവൺമെന്റ് ജോലിക്കാർക്കല്ലേ? അതെ, അതിനകത്ത് വരുന്ന ഒരു ലാർജ് വോളിയം ഓഫ് ഇൻഷുറൻസ്, അപ്പൊ ഈ ഒരു എന്താ പറയാ ഹോൾഡേഴ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. ഒരു കൂടുതൽ ആളുകൾ, ഒരു എന്താ പറയാ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ്. കാരണം ഇത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഡിസ്റ്റിങ്ക്റ്റീവ്, അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കീം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്കീം തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനും പെൻഷനേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്കീം കൂടിയാണ്. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഇതിന്റെ ബെനിഫിഷ്യറീസ്? ബെനിഫിഷ്യറീസ് ആരൊക്കെയാണെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ആർക്കൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടാറുണ്ട്? അവർ ഓൾറെഡി അവിടെ എടുത്തു പറയുന്നുണ്ട്. എല്ലാ സെൻട്രൽ ഗവൺമെന്റ് സേവകർക്കും, ഓൾ സെൻട്രൽ ഗവൺമെന്റ് സർവൻസ്, പെൻഷനേഴ്സ് ആൻഡ് ദെയർ ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. പിന്നെ ഓണറബിൾ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് മെമ്പേഴ്സ്, ഓണറബിൾ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യൻ സുപ്രീം കോർട്ടിന്റെ ഓണറബിൾ ജഡ്ജസിന്, എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് ഓഫ് ഓട്ടോണമസ് ബോഡീസ് കവേർഡ് അണ്ടർ CGHS. ഓട്ടോണമസ് ബോഡീസ്, എംപ്ലോയീസും അതുപോലെ തന്നെ പെൻഷൻ ഉള്ളവരും. ഏതിലെ? ഓട്ടോണമസ് ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അവർക്ക് തന്നെ അവരുടെ എന്താ പറയാ ആ ഒരു ഫേമിനെ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനെ മാനേജ് ചെയ്യാനുള്ള ഒരു കഴിവ്, എന്ന് വെച്ചാൽ കഴിവെന്നല്ല, ഒരു കൺട്രോളിങ് പവർ ഗവൺമെന്റ് അവർക്ക് കൊടുത്തേക്കാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ
ഓട്ടോണമസ് കോളേജ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഓട്ടോണമസ് കോളേജസ് എന്ന് കേട്ടിട്ടില്ലേ? കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നമ്മള് പല കോളേജസിലൊക്കെ നമ്മള് ആപ്ലിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുകയും നമ്മൾ സെൽഫ് ഫുഡ് ഓട്ടോണമസ് ആയിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഡിഗ്രിയോ PG ഒക്കെ പഠിക്കാൻ വേണ്ടി നമ്മൾ കോളേജസിലൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കും. അപ്പൊ നമ്മൾ പറഞ്ഞു കേട്ടോ ഒക്കെ ഉള്ളൊരു കേട്ടുകേൾവിയെങ്കിലും ഉണ്ടാവുമായിരിക്കും. ഓട്ടോണമസ് കോളേജ് ദാറ്റ് മീൻസ് ദേ കൻ മാനേജ് ആൻഡ് കൺട്രോൾ ദംസെൽസ്. അവർക്ക് അതിനുള്ള അധികാരം കൊടുത്തേക്കാണ്. അങ്ങനെയുള്ള ബോഡീസിലൊക്കെ പെൻഷനേഴ്സിനും എംപ്ലോയീസിനും ഈ CGHSന്റെ കവറേജിൽ അവർക്ക് എന്താ പറയാ ബെനിഫിറ്റ് ഉണ്ട്. ഫോർമർ ജഡ്ജസ്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഓണറബിൾ മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റും ഓണറബിൾ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് പറഞ്ഞു. മുൻകാല ജഡ്ജിക്കും ഉണ്ട് കേട്ടോ. അതായത് ജഡ്ജി ആയിരുന്നു, ഇപ്പൊ റിട്ടയർ ആയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും പോയി. ഫോർമർ ജഡ്ജസ് ഓഫ് ഓണറബിൾ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഓൾസോ ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിന്റെയും സുപ്രീം കോർട്ടിന്റെയും പ്രീവിയസ് ആയിട്ടുള്ള ഫോർമർ എന്ന് പറഞ്ഞാൽ മുൻപത്തെ എന്താ പറയാ മുൻ ജഡ്ജി അങ്ങനെ എന്താണ്ടൊക്കെ പറഞ്ഞു. ഓക്കെ, ദെൻ ഫ്രീഡം ഫൈറ്റേഴ്സിന് ഇതിനകത്ത് CGHSൽ എന്താ പറയാ ബെനിഫിറ്റ് ഉണ്ട്. എംപ്ലോയീസ് ഓഫ് ദ റെയിൽവേ ബോർഡ് എംപ്ലോയീസ്, കൂടാതെ ജേർണലിസ്റ്റുകൾ കേട്ടാ. പിന്നെ എന്താ പറയാ സിവിലിയൻ എംപ്ലോയീസ് ഓഫ് ഡിഫൻസിനകത്ത് സിവിലിയൻ എംപ്ലോയീസിന്, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു സ്കീം പ്രകാരം ബെനിഫിറ്റ് കിട്ടുന്നവരാണ്. ആ കിട്ടുന്ന വിഭാഗക്കാരെയാണ് കേട്ടോ ബെനഫിഷ്യറീസ്. ബെനിഫിറ്റ് കിട്ടുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ഏതൊക്കെ വിഭാഗം, ആ പറഞ്ഞതിന് യാതൊരു രീതിയിലും മാറ്റിവെക്കേണ്ട, അതെല്ലാം നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ആർക്കൊക്കെയാണ് കിട്ടുക. അപ്പൊ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ബെനഫിഷ്യറീസ് അണ്ടർ CGHS. CGHSന്റെ ബെനഫിഷ്യറീസ് ആരായിട്ടൊക്കെ വരും എന്നൊക്കെ പറഞ്ഞൊക്കെ ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ മറക്കണ്ട. ഓൾ സെൻട്രൽ ഗവൺമെന്റ് സെർവൻസ്, പെൻഷനേഴ്സ് ആൻഡ് their family members, honorable members of parliament, honorable judge of Supreme Court, employees and pensioners of autonomous bodies, former judges of Honorable Supreme Court of India and High Court, freedom fighters, employees of the Railway Board, journalists, then civilian employees of defense. Clear ആണോ? മനസ്സിലായോ? ഇവിടെ വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്, ഒരു 2 മിനിറ്റ് ഞാൻ ഒന്ന് ബ്രേക്ക് ചെയ്യാണ്. കുറച്ച് നേരം കൂടി ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്ത് എപ്പോഴാണോ നമുക്ക് വേണ്ടാന്ന് തോന്നാൻ അപ്പൊ നിർത്തും. ഓക്കെ, സോ 2 മിനിറ്റ് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം. ഓക്കെ, നിങ്ങളും ഒന്ന് ചാടിയിട്ടൊക്കെ ഒന്ന് ഇരിക്കുക, എഴുന്നേറ്റിട്ട്. ഓക്കെ.
യെസ്, പോയോ ആരെങ്കിലും ഒക്കെ? പോയില്ലല്ലോ, എല്ലാവരും ഉണ്ടാ? യെസ്. അപ്പൊ നമുക്ക് നോക്കാം ബാക്കി. അപ്പൊ എന്താണ് എന്താ പറയാ, ഈ ഒരു സ്കീം പ്രകാരം എലിജിബിൾ സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ക്യാൻ ഗെറ്റ് എന്തൊക്കെ ഇൻഷുറൻസ് ബെനിഫിറ്റുകൾ അവർക്ക് ഈ ഒരു സ്കീം വഴി, അതായത് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം വഴി കിട്ടുന്നു. ഒന്നാമത്തേത് കവർ ഫോർ PPF ആണ്. PPF എന്താ? പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. പ്രൊവിഡന്റ് ഫണ്ട് അറിയാലോ, എംപ്ലോയീസിന്റെ ഒരു നിശ്ചിത തുക അവരുടെ സാലറിയുടെ ബേസിക് സാലറിയിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു വെക്കും. അതായത് അവരുടെ എന്താ പറയാ ജോലി അവസാനിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, അമെന്റ്മെന്റുകളൊക്കെ വരുന്നതനുസരിച്ച് മാറും. PF ഇത്ര വർഷത്തിനുള്ളിൽ വരെയൊക്കെ അധികം ഇങ്ങനെ കൂട്ടിയിടാതെ ഒരുപാട് അങ്ങനെ അവിടെ ഇട്ടേക്കാതെ ഇത്ര വർഷം കഴിയുമ്പോൾ ക്ലിയർ ഓഫ് ചെയ്യുന്ന ആ രീതിയിലേക്കൊക്കെ വരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ PF-ന്, അതായത് PPF പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കവറേജ് അത് കിട്ടുന്നുണ്ട്. ആൻഡ് മാത്രമല്ല ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻസ്, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അതിന് മെഡിസിൻസ് ഒക്കെ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുക. അല്ലാതെയുള്ള മെഡിസിൻസ്, ഇപ്പൊ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്കൊക്കെ ഉള്ള മെഡിസിൻസ് ഈ ഒരു സ്കീം പ്രകാരം ഈ എംപ്ലോയീസിന് കിട്ടും. ഏതൊക്കെയാണ്? കവറേജ് ഫോർ PPF-ഉം ഇഷ്യൂവൻസ് ഓഫ് മെഡിസിൻ ഇഷ്യൂ ചെയ്യുന്നതിനും. ഓക്കെ. പിന്നെ കവറേജ് ഫോർ കൺസൾട്ടേഷൻ വിത്ത് ദ സ്പെഷ്യലിസ്റ്റ് ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്. വലിയ വലിയ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലാണെങ്കിൽ പോലും അവിടെ സ്പെഷ്യലിസ്റ്റിനെ ഒക്കെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള കവറേജ്, അവർക്ക് അതിനുള്ള ആ ഒരു സ്പെഷ്യൽ എന്താ പറയാ ട്രീറ്റ്മെന്റ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ആ ഒരു കവറേജും ഈ ഒരു CGHS സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനകത്ത് വരുന്നുണ്ട്. ആ ഒരു ബെനിഫിറ്റ് ഇവർക്ക് കിട്ടും ഇത്തരം എംപ്ലോയീസിന്. ഈ പറയുന്ന വിഭാഗത്തിലുള്ള ബെനിഫിഷ്യറീസിനാണ് കേട്ടോ കിട്ടുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അല്ല, അത് ഓർക്കുക. കൂടുതലും നമുക്കറിയാം ഇത് ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ്, പെൻഷനേഴ്സ്, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നിന്ന് ചിന്തിക്കണം, എല്ലാവർക്കും ഉള്ള കാര്യമല്ല പറയുന്നത്. പിന്നെ ഇൻഡോർ ട്രീറ്റ്മെന്റ് ഐദർ ഇൻ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആൻഡ് ഓൾസോ എംപാനൽഡ് ഹോസ്പിറ്റൽസ്. ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലായിക്കോട്ടെ, അതല്ലാതെയുള്ള എംപാനൽഡ് ഹോസ്പിറ്റൽസ് എന്താ? നമുക്ക് ESIയുടെ CGHS നമ്മുടെ ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ കിട്ടുന്ന ഹോസ്പിറ്റൽസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഇന്ന ഹോസ്പിറ്റൽസിലാണ് ഇന്ന ഇൻഷുറൻസുകൾ ഉള്ളത്. അപ്പൊ ആ ലിസ്റ്റിൽ വരുന്ന ഹോസ്പിറ്റൽസും കൂടാതെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡോർ ട്രീറ്റ്മെന്റിന് ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ. ആൻഡ് കവർ ടു ഫാമിലി വെൽഫെയർ സർവീസസ്. മാത്രമല്ല ഫാമിലി വെൽഫെയർ സർവീസസ് എന്നുവെച്ചാൽ കുടുംബക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യുന്നത് കവറേജും ഈ ഒരു ബെനിഫിറ്റ് സ്കീം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മാത്രമല്ല പിന്നെ ഒരു കവറേജ് ഫോർ മെറ്റേണിറ്റിക്ക് വേണ്ടിയിട്ട് വരുന്ന ചെലവുകൾ, ആ അതിന് വേണ്ടിയിട്ടുള്ള കവറിങ്ങും ഈ പറയുന്ന CGHS-ല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ആയുഷ് ട്രീറ്റ്മെന്റ് കവറേജ് കിട്ടുന്നുണ്ട്. ആയുഷ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അത് പ്രത്യേകം ഒരു ട്രീറ്റ്മെന്റ് അല്ല, ഇത് ഒരുപാട് ട്രീറ്റ്മെന്റുകളുടെ ഒരു കോമ്പൗണ്ട് ആണ്. എന്താ? ഏതൊക്കെ ട്രീറ്റ്മെന്റുകളുടെ കോമ്പൗണ്ട് ആയുഷ് എന്ന് പറയുന്നത്? A for ആയുർവേദ, Y for യോഗ, N for naturopathy, U for ആയുഷിന്റെ U for യുനാനി, S for സിദ്ധ ആൻഡ് H for ഹോമിയോപ്പതി. ഇങ്ങനെ ഈ എല്ലാ ട്രീറ്റ്മെന്റുകൾക്കും ഏതാണെങ്കിലും കുഴപ്പമില്ലെങ്കിൽ എല്ലാത്തിനും കവറേജ് ആയുഷ് ട്രീറ്റ്മെന്റിന്. ഓക്കെ. അപ്പൊ ഇത്രയും ബെനിഫിറ്റുകളാണ് നമ്മളുടെ CGHS-ന്റെ സ്കീമിൽ വരുന്നത്. കവർ ഫോർ PPF and issuance of medicine, cover for consultation with the specialist in government hospitals, in indoor treatment in government hospitals and empaneled hospitals, cover for welfare, family welfare, in a cover for maternity, cover for Ayush treatment. ഇങ്ങനെ 6 ആണ് കേട്ടോ CGHS-ന്റെ ബെനിഫിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ പഠിച്ചാൽ മതി. ഫുള്ളായിട്ട് പഠിക്കേണ്ടതാണ്. Cover for PPF, cover for consultation in specialized government hospitals. Okay. In indoor treatment of at government hospital and empaneled hospitals, cover for family welfare, cover for maternity, cover for Irish treatment. Clear ആണോ? 6 എണ്ണത്തിന്റെ പേരുകൾ അങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ. CGHS-ന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നായിരുന്നു അത് പറഞ്ഞു. ഇനി ഈ CGHS-ല് ചില പ്രത്യേക കാര്യങ്ങൾ കൂടി നമുക്ക് എക്സ്ട്രാ പഠിക്കേണ്ടത്. നേരത്തെ നമ്മൾ ESI-ലും സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിലും അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇത് ഒരു സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സ്കീം ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. നമ്മൾ കുറച്ച് വിഭാഗത്തിലെ ബെനിഫിഷ്യറീസിനെ പറഞ്ഞല്ലോ തൊട്ടുമുകളില്. ഇവരാരൊക്കെയാണെന്ന് എങ്ങനെ മനസ്സിലാക്കും?
സെൻട്രൽ ഗവൺമെന്റ് സെർവന്റ് ആണോ, അല്ലെങ്കിൽ ഓണറബിൾ മിനിസ്റ്റർ ഓഫ് പാർലമെന്റ് മുൻ എന്താ പറയുക ജഡ്ജാണോ, അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണോ. സോ ഹാവ് ടു ബി ഐഡന്റിഫൈഡ്. ഇവരെയൊക്കെ എന്ത് ചെയ്യണം, മനസ്സിലാക്കണ്ടേ. ഈ ഇൻഷുറൻസിന് ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടേക്ക് നേരിട്ട് നമ്മുടെ മുമ്പിൽ മുഖത്തൊന്നും എഴുതി വെച്ചിട്ടില്ല അല്ലേ, ഇതൊക്കെ നമുക്ക് ഉണ്ടോന്ന്. അതിന് വേണ്ടിയിട്ട് ഇവരെ ഐഡന്റിഫൈ ചെയ്യാൻ, ഇവർ ആരൊക്കെയാണ്, ഏത് വിഭാഗത്തിൽ വരുമെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് CGHS ബെനഫിഷ്യറീസിനെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതന്നെ ഒരു പ്രത്യേക രീതിയിൽ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരിക്കും. അതുകൂടാതെ ഇൻഷുറൻസ് കാർഡ് ഏത് ഇൻഷുറൻസിന് കിട്ടും. അതുകൂടാതെ ഇവരെ തമ്മിൽ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിനകത്ത് തന്നെ വീണ്ടും കുറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലോ. ഇതിൽ പെൻഷനർ ആരാണ്, ഇപ്പോഴും ജോലി ചെയ്യുന്നവരാണ്, മുൻ ആരാണ്, അങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഓരോ എന്താ പറയാ ID പ്ലാസ്റ്റിക് കാർഡുകൾ കൊടുത്തിട്ടുണ്ട്. ID കാർഡാണ് കൊടുത്തിരിക്കുന്നത്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് ഈ ഒരു കാർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഒരു എന്താ പറയാ ഒരു ഐഡന്റിറ്റി നമ്പർ, ഇവരെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു യൂണിക് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. യൂണിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒറ്റപ്പെട്ടത്, ഒരു സിമിലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, ഒറ്റപ്പെട്ട ഒരു യൂണിക് നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും. ആൻഡ് അറ്റ് എനി ടൈം ദേ ആർ റിസീവിംഗ് ദാറ്റ് ഇൻഷുറൻസ്, ആ ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ് ഒക്കെ നമുക്ക് ലഭ്യമാകണമെങ്കിൽ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, ഏത് സമയത്തും ഇതിനെന്ത് ചെയ്യണം, ഈ ഒരു കാർഡ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ, എവിടെയൊക്കെയാണ് പോണേ. അപ്പൊ ഇൻഷുറൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ അവൈലബിലിറ്റിക്ക് വേണ്ടി കാർഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതിന് ഈ ഒരു എന്താ പറയാ കാർഡുകൾ ഇങ്ങനെ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതൊരു വേരിയിങ് കളേർഡ് ആണ്, പല കളറിലുള്ള ഇങ്ങനെ സ്ട്രൈപ്സ് ഉള്ള വരയുള്ള ഓരോ കാർഡാണ്. വര ഇങ്ങനെ മുകളിൽ ഉണ്ടായിരിക്കും കാർഡിന്റെ മുകളിൽ. അത് റെപ്രസെന്റ് ചെയ്യുന്നത് കാർഡ് ഹോൾഡേഴ്സിന്റെ ആ ഒരു കളർ വെച്ചിട്ടാണ്. എന്താ നോക്കിയേ, യെല്ലോ കളറ്, ബ്ലൂ കളറ്, അതുപോലെ റെഡ് ആൻഡ് ഗ്രേ, 4 കളേഴ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ 4 കളറും ഓരോരുത്തർക്ക് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. യെല്ലോ കളർ ആർക്ക് വേണ്ടിയിട്ടാ, ജേർണലിസ്റ്റ് ഓഫ് ആൻ ഓട്ടോണമസ് കമ്പനി, ഓട്ടോണമസ് കമ്പനിയുടെ ജേർണലിസ്റ്റുകൾ, അടുത്ത മറ്റു കാര്യങ്ങൾ പത്രപ്രവർത്തനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട അതൊക്കെ എഴുത്തുകുത്തുകളൊക്കെ നടത്തുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അത് യെല്ലോ കളറാണ്. ബ്ലൂ സ്റ്റാൻഡ്സ് ഫോർ എ സെർവിംഗ് എംപ്ലോയി, ഗവൺമെന്റിനെ ഇപ്പോഴും സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എംപ്ലോയി ആണ് എന്ന് സൂചിപ്പിക്കുന്നവർക്കാണ് ബ്ലൂ കാർഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എല്ലാത്തിലും വേരിയിങ് കളേർഡ് ആണ് സ്ട്രൈപ്സ് ഉള്ളത്. യെല്ലോ കളർ ജേർണലിസ്റ്റ് ഓഫ് ഓട്ടോണമസ് കമ്പനി, ബ്ലൂ കാർഡ് സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയിക്കുള്ളതാണ്, റെഡ് മെമ്പർ ഓഫ് ദ പാർലമെന്റ്, പാർലമെന്റിലെ മെമ്പർക്ക് ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് റെഡ് കാർഡ്. ആൻഡ് ദ ഗ്രീൻ കുറച്ച് അധികം ആളുകൾക്കും ഉണ്ട്, പെൻഷനർ, പിന്നെ റിട്ടയേർഡ് ആയിട്ടുള്ള ജോലിക്കാർ, XMP മെമ്പർ ഓഫ് പാർലമെന്റ് റിട്ടയേർഡ് ആണെങ്കിൽ അങ്ങനെയുള്ളവര്, ഫ്രീഡം ഫൈറ്റേഴ്സ്, ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഗ്രീൻ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ CGHSലെ 4 കളേർഡ് ആയിട്ടുള്ള കാർഡ്സിന്റെ കളറുകൾ മറക്കണ്ട. ആ കളർ ഇമ്പോർട്ടന്റ് ആണ്. യെല്ലോ, ബ്ലൂ, റെഡ് ആൻഡ് ഗ്രീൻ. ബ്ലാക്കും വൈറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ, പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ യെല്ലോ ആർക്കാണ്, ജേർണലിസ്റ്റ് ഓഫ് ഓട്ടോണമസ് കമ്പനി, ബ്ലൂ സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയിക്കുള്ളതാണ്, റെഡ് മെമ്പർ ഓഫ് പാർലമെന്റിനുള്ളതാണ്, ആൻഡ് ഗ്രീൻ പെൻഷനർ, XMP റിട്ടയേർഡ് പേഴ്സണൽ, ഫ്രീഡം ഫൈറ്റർ, ഈ വിഭാഗക്കാർക്ക് ഉള്ളതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? CGHSൽ മാത്രമേ ഈ കാർഡ് വെച്ചിട്ട് വെരിഫൈ ചെയ്യാനേ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതിനൊരു യൂണിക് നമ്പർ, ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഈ CGHS കാർഡ് ആ ഒരു ബെനിഫിറ്റ്, അതിന്റെ ആ ഒരു എന്താ പറയാ വാലിഡിറ്റി എന്ന് പറയുന്നത് അൺടിൽ എ ബെനിഫിഷ്യറീസ് റിട്ടയർമെന്റ് ഡേറ്റ്, ആ ബെനിഫിഷ്യറിയുടെ റിട്ടയർമെന്റ് ഡേറ്റ് വരെയാണ് CGHS കാർഡ്. ഇപ്പൊ മെമ്പർ ഓഫ് പാർലമെന്റ് ആണെങ്കിലും സെർവിംഗ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിലും അവരുടെ റിട്ടയർമെന്റ് ഡേറ്റ് എവിടെയാണോ അവിടെ വരെയാണ് അതിന്റെ വാലിഡിറ്റി ഉള്ളത്. എന്നാൽ ഈ വാലിഡിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. അതെങ്ങനെ, പോസ്റ്റ് റിട്ടയർമെന്റിന് ശേഷവും നമുക്ക് ആ ബെനിഫിറ്റുകൾ അവൈലബിൾ ആകണമെങ്കിൽ വി ഹാവ് ടു എക്സ്റ്റെൻഡ് ദാറ്റ് വാലിഡിറ്റി. ആ വാലിഡിറ്റി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, നമ്മൾ നമ്മളുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ബിഫോർ എ ഇയർ കംപ്ലീറ്റിംഗ്, നമ്മൾ ജോലിയിൽ നിന്ന് നിർത്തി പോകുന്നതിന് തൊട്ട് മുന്നത്തെ വർഷം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കോൺട്രിബ്യൂഷൻസ് നടത്തിയിരിക്കണം. ഇപ്പൊ ഞാനിപ്പോ റിട്ടയർ ചെയ്തിട്ടും എനിക്ക് CGHSന്റെ ആ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ റിട്ടയർ ചെയ്യാൻ ഞാൻ ഇപ്പോഴാണ്, ഇത് വർഷമാണോ റിട്ടയർ ചെയ്യണേ, ഇപ്പൊ 2025 റിട്ടയർ ചെയ്യുന്നു, 2024 അതിന് വേണ്ടിയുള്ള കോൺട്രിബ്യൂഷൻ ഒക്കെ അടച്ച് പേപ്പർ വർക്ക്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? സെന്റൻസുകളൊക്കെ എല്ലാം അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്. എടുത്തോട്ടെ, അടുത്തതും കൂടി കുറച്ചുകൂടി എടുക്കാലോ അല്ലെ?
അത്രയും എടുക്കുന്നത് തീർന്നു പോട്ടെ എന്നാണ്. കാരണം എനിക്ക് മൺഡേസിലാണ് ഈ കൂടുതലും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇന്നും ഇപ്പൊ എടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച നെറ്റ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട്. പക്ഷെ എനിക്ക് എന്തായാലും ക്ലാസ് വേണം എന്ന് ഇവിടെ പറഞ്ഞ് ക്ലാസ് ഞാൻ എടുത്തതാണ്. ഓക്കെ, എന്തായി അസിയ? വാട്ട് ഹാപ്പൻസ്? ചാപ്റ്റർ ഏതാന്ന് മനസ്സിലാവുന്നില്ല അസിയ? അസിയ ഇപ്പോഴാണോ ജോയിൻ ചെയ്തേ? എന്റെ ക്ലാസ്സിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നോ അസിയ? ഞാൻ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ മീൻസ് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് എന്ന് പറയുമ്പോ ഇടയിൽ ഞാൻ ഒരു ക്ലാസ്സിൽ വന്നിരുന്നു, കയറി ടീച്ചറിന്റെ വാങ്ങിച്ചിട്ട് ഇല്ല. യെസ്, അപ്പൊ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസിന്റെ ഏകദേശം ഒരു ഹാഫ് പാർട്ടൊക്കെ കഴിഞ്ഞു എന്നാണ് എന്റെ തോന്നുന്നത്. 2 ദിവസം കൊണ്ട്, 2 ദിവസം മീൻസ് ഒരു 1.5 hour ഒക്കെ എടുത്തത് കൊണ്ടാണ് അങ്ങനെ തീർന്നത്, അല്ലെങ്കിൽ തീർന്നില്ല. യെസ്, അപ്പൊ നമ്മൾ ഇനി അടുത്ത ഒരു സ്കീമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ ഇപ്പൊ എത്ര പഠിച്ചു? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നാമത്തെ, പിന്നെ ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് രണ്ടാമത്തെ, 3 CGHS ഏതാ? സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം അല്ലെ? അപ്പൊ CGHS പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4മത്തേതാണ്. ഏതാണ്? രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, RSBY. RSBY കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പലപ്പോഴും. ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ എന്താ പറയാ, നമ്മുടെ ഫാർമസിയുടെ അവിടെയോ അല്ലെങ്കിൽ എന്താ പറയാ ബിൽ പേയ്മെന്റ് ഒക്കെ നടത്തുന്ന സ്ഥലത്ത്, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ പറയാ RSBY കാർഡ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് മറ്റ് പേഷ്യൻസിനോടൊക്കെ. നിങ്ങൾക്ക് ഇന്ന കാർഡ് ഉണ്ടോ, RSBY കാർഡ് ഉണ്ടോ? അത് ഈ സാധനമാണ് കേട്ടോ. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്. വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 1st April 2008. 2008 1st Aprilലാണ് ഇങ്ങനെ ഒരു പദ്ധതി ആരംഭിച്ചത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ അടുത്ത വർഷങ്ങളാണ്. 1900-ലേക്കൊന്നും പോയിട്ടില്ല, 2008 അല്ലെ? അപ്പൊ ഒരു 10-17 വർഷം ബാക്കിലാണ് ഈ ഒരു എന്താ പറയാ പോളിസി തുടങ്ങിയിരിക്കുന്നത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്. ആൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഫോർ ബിലോ പോവർട്ടി ലെവൽ ഫാമിലീസ്. അതായത് BPL ഫാമിലീസിനെ ഉദ്ദേശിച്ചുകൊണ്ട് 2008 April 1 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത ഒരു എന്താ പറയാ പദ്ധതിയാണ് ഏത്? RSBY എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമുക്കറിയാം അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലൊക്കെ ജോലി ചെയ്യുന്ന, എന്ന് വെച്ചാൽ തീരെ തട്ടിലൊക്കെ ഉള്ള ജോലി ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ പല ഭാഗങ്ങളിലും ഒരുപാട് അങ്ങനെയുള്ള ജോലിക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഉദ്ദേശിക്കുന്നതാണ് ഇത്തരം പോളിസീസ് കേട്ടോ. 2008 അത് ആരംഭിച്ചത്. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരാണത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അത് അണ്ടർലൈൻ ചെയ്യണം. പിന്നെ ബിലോ പോവർട്ടി ലൈൻ ഫാമിലീസിന് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഈ ഒരു സ്കീം, ബിലോ പോവർട്ടി ലൈൻ. ഓക്കെ, ഇനി എന്തൊക്കെ ബെനിഫിഷ്യറീസ് ഈ പറയുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് കവറേജ് കിട്ടുക? കവറേജ് അവൈലബിൾ ടു ദ ബെനിഫിഷ്യറീസ്. രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന സ്കീമിൽ ഉള്ള ബെനിഫിഷ്യറീസിന് എന്തൊക്കെ ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു 6 ടൈപ്പ് ഓഫ് ബെനിഫിറ്റുകൾ പറയുന്നുണ്ട്. ഒന്ന്, സം അഷ്വേർഡ് ഓഫ് ₹30,000 ഫോർ എ വർക്കർ ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ ആൻഡ് ദെയർ ഫാമിലീസ്. ഒരു 30,000 രൂപ വരെ എന്ത് ചെയ്യും അവർക്ക്? അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ജോലിക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 30,000 രൂപ സംഭാഷണം ചെയ്യുന്നുണ്ട്. 30,000 രൂപ ജോലി എന്താ പറയുക ഇതുപോലുള്ള രോഗങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് ഹോസ്പിറ്റലൈസ്ഡ് ആയ 30,000 രൂപ വരെ അവർക്ക് ഈ സ്കീം പ്രകാരം ചെലവുകൾ മീറ്റ് ചെയ്യും. 30,000 വരെ. അത് ഫാമിലി മെമ്പേഴ്സിനും ഉണ്ട്, ആൾക്കും ഉണ്ട്, വർക്കർക്കും ഉണ്ടായിരിക്കും. പിന്നെ കവർ ഫോർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. ആശുപത്രി കിടന്ന ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന്റെ ചെലവുകൾ, അഡ്മിറ്റ് ചെയ്തതിന്റെ ബന്ധപ്പെട്ട ചെലവുകൾ. കവർ ഫോർ ഓൾ ഡിസീസസ്, എല്ലാ രോഗങ്ങൾക്കും കിട്ടും, ഇൻക്ലൂഡിങ് എക്സിസ്റ്റിംഗ്, അതായത് നേരത്തെ ഉള്ള രോഗങ്ങൾക്ക് കൂടി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ IRDAI പ്രകാരം എന്താണ് നമ്മളുടെ ഇൻഷുറൻസ് കവറേജ് കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ വെയിറ്റിംഗ് പീരീഡ് കൺസിഡർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്ത് നമുക്ക് എക്സിസ്റ്റിംഗ് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് തന്നിട്ടേ അവർ പരിഗണിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഇവിടെ ഇത് രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എന്ന് പറയുന്ന ഇൻഷുറൻസ് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രോഗമാണെങ്കിലും കവറേജ് കിട്ടും. ഓക്കെ, പിന്നെ ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ് എന്നുള്ളതാണ് മറ്റൊരു ബെനിഫിറ്റ്. എന്ന് വെച്ചാൽ എന്താ? നമ്മൾ അങ്ങോട്ട് കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്യണ്ട. നമ്മൾ നേരത്തെ ESIയിലും പറഞ്ഞു,
ESIയില് എംപ്ലോയറും എംപ്ലോയിയും കൂടി ഒരുമിച്ചാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എല്ലാത്തിലും ഉണ്ട് ഒരു നിശ്ചിത തുക, ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു തുക പ്രീമിയമായിട്ട് അടച്ചിട്ടാണ് നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുക. പക്ഷേ ഈ പറയുന്ന ഇത് BPL ഫാമിലീസിനെയാണ് കൂടുതലും ഓപ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തില്ല, ക്യാഷ്ലെസ് ഇൻഷുറൻസ് ആണ്, പൈസ അങ്ങോട്ടൊന്നും അടയ്ക്കണ്ട. ഓക്കെ. പിന്നെ എന്താ പറയാ, പ്രീമിയം ഓഫ് ₹30 പെർ ആനം, വലിയ എമൗണ്ട് ഒന്നുമല്ല, ഒരു 30 രൂപ. ചിലപ്പോ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആയിരിക്കും. ആ ബിഗിനിങ്ങിൽ ഒരു 30 രൂപ മാത്രമാണ് വർഷത്തില് അടയ്ക്കുന്നുള്ളൂ നമ്മൾ പ്രീമിയം പോലെ. 30 രൂപ വേറെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീമാണ്. അപ്പൊ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന എസ്റ്റാബ്ലിഷ് ചെയ്തത് 2008 ഏപ്രിൽ 1-നാണ്. അത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അത് BPL ഫാമിലീസിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെ ബെനിഫിറ്റ് ആണ് അവർക്ക് കിട്ടുക എന്നുള്ളതും ആണ് ആ 6 പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാം, 6 പോയിന്റും കിട്ടാലും മതി. ഓക്കെ, യെസ്. ഈ ഒരു പേജ് കൂടി മാക്സിമം എടുക്കാൻ പറ്റുമോ നോക്കാം. തീർന്നില്ലെങ്കിൽ ഞാൻ അവിടെ വെച്ച് നിർത്തും. ഓക്കെ, കുറച്ചും കൂടി ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താന്ന് നോക്കിയേ. അപ്പൊ നമ്മൾ 4 തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീം പഠിച്ചുകൂട്ടാ. SHI സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, CGHS സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം, പിന്നെ ഏതാണ് ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, ആൻഡ് ലാസ്റ്റ് RSBY ഏതാണത്, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന. ഈ 4 എണ്ണം അതിന്റെ കുറച്ച് ബെനിഫിറ്റുകളൊക്കെ ഓരോന്നോരോന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതിൽ CGHS മാത്രമേ കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുള്ളൂ. അതേതാ, അത് അവരുടെ കാർഡിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ. ദെൻ ഇനി നമ്മുടെ പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകൾക്ക് കുറച്ച് എക്സാമ്പിൾ വന്നേക്കണം. പാഠത്തിന്റെ തുടക്കം നമ്മൾ കുറച്ച് ഇൻഷുറൻസ് ഫേമുകൾ, ഇന്ത്യയിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള കുറച്ച് ഇൻഷുറൻസ് ഫേമിന്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇൻഷുറൻസ് പ്ലാനുകളുടെ, പ്രൈവറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ, ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ, റിലയൻസ് ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ്, മണിപ്പാൽ സിഗ്ന അതൊരു പ്രോ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, ബജാജ് അലയൻസ് അത് നമ്മുടെ ഹെൽത്ത് ഗാർഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ ആണ്, ഭാരതി അക്സ അത് സ്മാർട്ട് സൂപ്പർ ഹെൽത്ത് പ്ലാൻ ആണ്. ഓരോന്നും ആണ് കേട്ടോ, എക്സാമ്പിൾ ആണ്. സ്റ്റാർ ഫാമിലി ഹെൽത്ത് ഒപ്റ്റിമ പ്ലാൻ ആണ്, ടാറ്റ AIG മെഡിക്കെയർ പ്ലാൻ ആണ്. അങ്ങനെ ഒരു 6 പ്ലാനുകളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള പ്ലാനുകളുടെ എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അത് വേണമെങ്കിൽ നിങ്ങളോട് മേജർ ഇൻഷുറൻസ് ഫേമുകൾ തന്നിട്ട് അതിനകത്ത് ഏതാണ് ഇത് പെടാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ നിന്നൊക്കെ ചിലപ്പോൾ അവിടെ കൊണ്ടുപോയി എഴുതി വെക്കും. ഓക്കെ, അപ്പൊ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇതിലേതാ മേജർ ഇൻഷുറൻസ് കമ്പനിയുടെ പേരേതാ, അവരുടെ പ്ലാനുകളുടെ പേരേതാ, രണ്ടും തമ്മിൽ ക്ലാഷ് ആകും. അത് വരാതിരിക്കാനാണ് രണ്ടും അങ്ങോട്ട് ടിക്കറ്റ് വെച്ചത്. അപ്പൊ രണ്ടും നമ്മൾ സെപ്പറേറ്റ്ലി നോക്കുമല്ല. ക്ലിയർ ആയോ? അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് അടുത്തൊരു ചെറിയ ടോപ്പിക്, വേറെ ടോപ്പിക്കാണ്. കുറച്ചുകൂടി നമ്മൾ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കേട്ടതാണ്, പക്ഷെ നമ്മളിവിടെ പഠിക്കുകയാണ്. നമ്മള് പാഠത്തിന്റെ തുടക്കം കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് പരിചയപ്പെട്ടിരുന്നു. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ടേംസ്. അതിലൊന്നായിരുന്നു ക്ലെയിം, അതിനകത്തൊന്നായിരുന്നു തേർഡ് പാർട്ടി ക്ലെയിം അല്ലെ. അത് വേറെ ഇത് വേറെ ഉണ്ടോ. പക്ഷെ അത് തേർഡ് പാർട്ടി ക്ലെയിം എന്തായിരുന്നു, നമ്മള് വേറൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് ക്ലെയിം ആവശ്യപ്പെടുന്നു. അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുക. എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും വണ്ടി ഓടിച്ചു പോകുന്നു, എന്റെ വണ്ടിയിൽ വന്ന് വേറൊരാൾ വന്ന് കയറുന്നു, ഞാൻ മറിഞ്ഞു വീഴുന്നു, ഞങ്ങൾക്ക് എന്തെങ്കിലും വണ്ടിക്കോ എനിക്കോ ഒക്കെ എന്തെങ്കിലും അപകടം എന്തെങ്കിലുമൊക്കെ പറ്റി, അപ്പൊ എന്റെ കമ്പനിയോടല്ല, ഞാൻ അവരുടെ ഇൻഷുറൻസ് കമ്പനിയോട്, കാരണം അവരുടെ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ കൊണ്ടാകാം നമ്മുടെ പേരിൽ വന്ന് കയറി. അങ്ങനെ വരുമ്പോഴേ എനിക്ക് ചോദിക്കാനോ അധികാരമുള്ളൂ അല്ലെ, അവകാശമുള്ളൂ. ഞാൻ തെറ്റായ റോങ് സൈഡിൽ കൂടിയോ അല്ലെങ്കിൽ എന്റെ മിസ്റ്റേക്ക് കൊണ്ട് പറ്റിയതിന് ഞാൻ അവരോട് ചീത്ത പറയാൻ പറ്റില്ല. അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് അല്ലെങ്കിൽ അവർ റോങ് സൈഡ് കയറി വന്നു, ഓടിച്ചു പോയി, വീണു, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി. അപ്പൊ എന്താണ്, ഞാൻ അവരുടെ ഇൻഷുറൻസ് കമ്പനിയോടാണ് ക്ലെയിം ചോദിക്കുന്നത്. അതിനെയാണ് നമ്മൾ തേർഡ് പാർട്ടി ക്ലെയിം എന്ന് വിളിക്കുക. ഓക്കെ, അവിടെ വെക്കട്ടെ. അതൊന്ന് വെറുതെ പറഞ്ഞു എന്ന് മാത്രം. ഇതല്ല, ഇത് തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ്, TPA എന്ന് നമുക്ക് ഷോർട്ട് ഫോമിൽ പറയാം. ആരാണ് ഈ TPA? തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് മേ ബി എ കമ്പനി ആകാം, ഒരു ഏജൻസി ആകാം, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആകാം. who have the license from IRDAI, നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന ആ അതോറിറ്റിയുടെ നിന്ന് ലൈസൻസ് കിട്ടിയിരിക്കുന്നവരാണ്. എന്ത് ലൈസൻസ്? എന്താ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള ഒരു അധികാരം, എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു അധികാരത്തെയാണ് നമ്മൾ ലൈസൻസ് എന്ന് വിളിക്കുക അല്ലെ. വണ്ടി ഓടിക്കാനുള്ള എന്റെ അധികാരം, അതാണ് എന്റെ ലൈസൻസ്. വണ്ടി ഓടിക്കുമ്പോഴുള്ള ലൈസൻസ് എന്ന് പറയുന്നത് അതാണ്
അല്ലെ? അങ്ങനെ പല ഈ ലൈസൻസ് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാം. എനിക്ക് ഇന്നത് ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ അതിന് നമ്മൾ ഒരു ബിസിനസ് ഒക്കെ നടത്തുമ്പോഴേ ബിസിനസ് നടത്താനുള്ള ലൈസൻസ് വാങ്ങിക്കണം, വേണ്ടേ? ആണോ? വേണ്ട. ഒരു ബിസിനസ് എനിക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നടത്താനുള്ള ലൈസൻസ് വാങ്ങിക്കണം. അത് രജിസ്ട്രാറിന്റെ അടുത്തൊക്കെ പോയിട്ട് ഒപ്പൊക്കെ ഇട്ട് അവരുടെ സീലും ഒപ്പം അവര് എന്താ പറയാ കാര്യങ്ങളൊക്കെ പേപ്പറൊക്കെ ക്ലിയർ ചെയ്യണം, എന്നാലേ നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ അതുപോലെ അതിനെ നമ്മൾ ലൈസൻസ് എന്ന് വിളിക്കും. അപ്പൊ ഇവിടെ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നവര് അതൊരു ഏജൻസി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആയിരിക്കാം. ഇവർക്ക് IRDAI കയ്യിൽ നിന്ന് എന്ന് വെച്ചാൽ എന്താ പറയാ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയുടെ കയ്യിൽ നിന്ന്, ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് അവർക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു പ്രൊസീഡ് ദ ക്ലെയിംസ്. അതായത് ആളുകള് ഇൻഷുറൻസ് എടുത്തിരിക്കുന്ന ആളുകള് അവരുടെ ക്ലെയിമുകൾ വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്തു കൊടുക്കാനുള്ള ഇടനിലക്കാരാണ്. മനസ്സിലായോ? ഞാൻ ഒരു എന്താ പറയാ ഏതെങ്കിലും ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കുന്നു. ആൻഡ് ഐ ഗോട്ട് അല്ലെങ്കിൽ ഐ ഹാവ് സം ആക്സിഡൻസ് ഓർ സം ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ഓർ ഡിസീസസ്. എനിക്ക് എന്തെങ്കിലും രോഗമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി. അപ്പോ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ നേരിട്ട് ഇൻഷുറൻസ് കമ്പനിയെ ഒന്നും പിടിക്കുന്നൊന്നുമില്ല. അതിന് പകരം നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഇപ്പൊ ഈ TPS ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവര് IRDAI കയ്യിൽ നിന്ന് നമ്മുടെ ഇൻഷുറൻസ് ക്ലെയിമുകൾ നമ്മളിലേക്ക് എത്തിക്കാൻ ഇവർ ഇങ്ങനെ ഒരു ഇടനിലക്കാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള അധികാരം അവർക്ക് കൊടുത്തിരിക്കുകയാണ്. സോ അവിടെ അവരാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിന്റെ പ്രൊസീഡിങ്സും പ്രൊസീജിയേഴ്സ് ഒക്കെ ഫോർവേഡ് ചെയ്യുന്നതൊക്കെ ആരായിരിക്കും? TPS ആയിരിക്കും. അപ്പൊ ആരാണ് TPA? TPA എന്ന് പറയുന്നത് മേ ബി എ കമ്പനി, ഏജൻസി ഓർ ഓർഗനൈസേഷൻ that holds license from Insurance Regulatory Development Authority to process claims. അത്ര മതി. അത്ര വരുന്ന അണ്ടർലൈൻ ചെയ്യാമോ? ടു പ്രോസസ് ക്ലെയിംസ് എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ പ്രോസസ് ചെയ്യുന്ന സമയത്ത് അവര് എന്ത് ചെയ്യാം? നമ്മുടെ എന്താ പറയാ ക്ലയന്റിനോട് ആരാണോ ആ ഇൻഷുർഡ് ആരാണോ അവർക്ക് നല്ല നല്ല ഹൈ ക്വാളിറ്റി ഹെൽത്ത് കെയർ ഒക്കെ കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ഒക്കെ സജസ്റ്റ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നത് ഈ തേർഡ് പാർട്ടിക്കാരൻ്റെയാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവര് മീറ്റ് ചെയ്യുന്നു. അവര് അവരുടെ ഇനീഷ്യേഷൻ എടുത്ത് ഇവർക്ക് ക്ലെയിമുകൾ കിട്ടുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് TPA എന്ന് പറയുന്നത്. ഇനി TPA എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫങ്ഷൻസ് ആസ് ആൻ ഇന്റർമീഡിയറി. ഒരു ഇന്റർമീഡിയറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആരൊക്കെ തമ്മില്? ഇൻഷുർഡും ഇൻഷുറൻസ് കമ്പനിയും. ഇൻഷുറൻസ് പ്രൊവൈഡർ, അതാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. ഇൻഷുറൻസ് കൊടുക്കുന്ന ആളും അതുപോലെ ഇൻഷുർഡ് എന്ന് വെച്ചാൽ ആരാ? ക്ലയന്റ്. ഇപ്പൊ ഞാൻ ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇൻഷുർഡ്, ഇൻഷുറൻസ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ഇൻഷുറൻസ് കമ്പനി. ഇവർക്ക് തമ്മിൽ ഒരു ഇടയ്ക്കുള്ള ഒരു ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന ആ ഒരു ഏജൻസി അല്ലെങ്കിൽ കമ്പനി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ, അതാണ് ആര്? TPA എന്ന് പറയുന്നത്. അപ്പൊ TPAയുടെ പ്രവർത്തനം എന്താണ്? functions as an intermediary between insurance provider and the insured. ക്ലിയർ ആയോ? ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഈ TPAയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? TPAയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഇൻഷുറൻസ് കമ്പനി. പക്ഷെ ഇൻഷുറൻസ് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി. പിന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആരാ? ഹോസ്പിറ്റൽസ്. നമുക്ക് ആരാണ് ശുശ്രൂഷ അല്ലെ അവരും ഇതിനകത്ത് പെട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ആരാ? പോളിസി ഹോൾഡർ. ഞാനാണ് പോളിസി എടുക്കുന്നത്. അപ്പൊ ഞാനും എനിക്ക് ചികിത്സിക്കുന്ന എന്റെ ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഇൻഷുറൻസ് തരുന്ന കമ്പനിയും, ഈ മൂന്ന് ആളുകളാണ് TPAയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിന്റെ എന്താ പറയാ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. ഓക്കെ, അപ്പൊ ഇൻഷുറൻസ് TPAയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓർക്കണം, മറക്കരുത്. ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഇൻഷുറൻസ് എന്ന് മാത്രമേ അവിടെ കൊടുത്തുള്ളത് ഇൻഷുറൻസ് കമ്പനി തന്നെയാണ്. പിന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് ഹോസ്പിറ്റൽസ്. പിന്നെ ഇൻഷുർഡ്, ആരാണ് പോളിസി എടുത്തിരിക്കുന്ന അവർ. ക്ലിയർ ആയോ? പോളിസി ഹോൾഡേഴ്സ്. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് ആ 3 പോയിന്റ് ഒന്ന് ടിക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ആ ഒരു പേജിലുള്ളത് ആ 3 പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. എനിക്ക് തോന്നുന്നു അപ്പോഴേക്കും ഏകദേശം ഒരു ടൈം ആകും. ഓക്കെ, ഹു ആർ TPA ആൻഡ് വാട്ട് ഡു ദേ ഡു? ആരാണ് TPA? അവര് എന്തൊക്കെ ചെയ്യും? അപ്പൊ TPA ആരാണെന്ന് പറഞ്ഞാലോ ഒരു ഇന്റർമീഡിയറി ആണ്. എന്ന് വെച്ചാൽ എന്താ? ഒരു ലിങ്കർ എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധിപ്പിക്കുന്ന ആള്. ആരൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കണം? ഇൻഷുറൻസ് ആർക്കാണ് കൊടുക്കട്ടെ? ഇപ്പൊ ഞാൻ ഇൻഷുറൻസ് എടുത്തേക്കള്, എനിക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലാകുമ്പോ എനിക്കാണ് ഇൻഷുറൻസ് തരേണ്ടത്, എമൗണ്ട് തരേണ്ടത്. അപ്പൊ ഞാൻ പിന്നെ ഈ ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഹോസ്പിറ്റലിലേക്കാണ് പോണേ.
എമൗണ്ട് മറ്റു കാര്യങ്ങളൊക്കെ പേയ്മെന്റ് ഒക്കെ നടത്തേണ്ടത് ഹോസ്പിറ്റലിലാണ് ചികിത്സ കൊടുക്കണമെങ്കിൽ അവിടേക്ക്. ഇൻഷുറൻസ് മറ്റൊരു സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ പ്രൊവൈഡർ. പിന്നെ ആരാ ഈ പൈസ ഒക്കെ എവിടെ നിന്ന് കിട്ടണ്ടേ? ഇൻഷുറൻസ് കമ്പനിയുടെ. അപ്പൊ ഈ മൂന്നുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ലിങ്കറാണ് ഇന്റർമീഡിയറി. ഇവരെന്ത് ചെയ്യുന്നു, അവരാരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു IRDA എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി പ്രകാരം TPA എന്ന് പറയുന്നത് അവർക്കൊരു അവരുടെ ഇൻ ഓൺ ഹൗസ് ഉണ്ടായിരിക്കും അല്ലെ. ഓൺ ഇൻ ഹൗസ് ഒരു കുറച്ച് ആളുകൾ ഉണ്ടായിരിക്കും എന്ന് വെച്ചപ്പോ ഞാൻ ആണ് ഇൻഷുറൻസിന്റെ കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യുന്നെങ്കിൽ എനിക്ക് ഒരു ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻ ഹൗസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്റെ കീഴില് എന്റെ ഒപ്പം എനിക്ക് കുറച്ച് ആൾക്കാരെ സംഘടിപ്പിക്കേണ്ടി വരും. പെട്ടെന്ന് ഒരു ഇൻഷുറൻസ് ഉള്ള ആൾക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി, അവർക്ക് ഇൻഷുറൻസ് ഉണ്ട്, അവർ നമ്മളെ തേർഡ് പാർട്ടി എന്താ പറയാ അഡ്മിനിസ്ട്രേറ്റർ ആയ ഞങ്ങളെ സമീപിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓടി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇതാക്കുകയല്ല ചെയ്യുന്നത്. നമ്മളുടെ ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. ആരൊക്കെയാണെന്ന് അറിയാമോ? ഒരു രജിസ്റ്റേർഡ് ഡോക്ടർ എന്നുവെച്ചാൽ മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ച ഒരു രജിസ്റ്റേർഡ് ഡോക്ടർ ഉണ്ടായിരിക്കണം അവരുടെ കീഴില്. ഹോസ്പിറ്റലിന്റെ മാനേജർ, പിന്നെ ലീഗൽ ആയിട്ടുള്ള വല്ല കാര്യങ്ങളൊക്കെ വേണ്ടി വരികയാണെങ്കിൽ ലീഗൽ എക്സ്പേർട്സ്, പിന്നെ ഇൻഷുറൻസ് കൺസൾട്ടന്റ്, ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനത്തെ ഇൻഷുറൻസ് കൺസൾട്ടൻസും, പിന്നെ IT പ്രൊഫഷണൽസ് ചിലപ്പോൾ വല്ല കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തൊക്കെ നോക്കാനൊക്കെ ഉണ്ടായിരിക്കും. നമ്മുടെ സ്കാനിങ് അല്ല, വല്ല പേപ്പേഴ്സോ ഫോമുകളോ അല്ലെങ്കിൽ വല്ല എന്താ പറയാ എവിഡൻസുകൾ പ്രൂഫുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്കാൻ ചെയ്ത് അതിൽ ഫോട്ടോസ് ഒക്കെ സ്കാൻ ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് IT പ്രൊഫഷണൽസ് തന്നെ വേണം, അങ്ങനെയുള്ളവര്. പിന്നെ മാനേജ്മെന്റ് കൺസൾട്ടൻസ്, മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പറയുന്ന ഒരു സമൂഹം ആൾക്കാരെയും കൊണ്ടാണ് എപ്പോഴും നമ്മുടെ TPA പ്രവർത്തിപ്പിക്കാൻ പാടുള്ളൂ. കാരണം തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ അവരുടെ എന്താ പറയുക ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടി വരുമ്പോ ഈ പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവരെയൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇവര് റെഫർ ചെയ്യേണ്ടി വരും, എന്താ പറയാ കോൾ ചെയ്യേണ്ടി വരും, അവരുമായിട്ടൊക്കെ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടി വരും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. സോ ഇത് ഒരു ഇൻ ഹൗസിൽ വേണമെന്ന്. അപ്പൊ TPAയുടെ കൂടെ ആരൊക്കെയാണ് വേണ്ടത്? TPA മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഇൻ ഹൗസ് അംഗങ്ങൾ ആരൊക്കെയാ? ഒരു ഡോക്ടർ. അത് വെറുതെ ഒരു ഡോക്ടറല്ല, മെഡിക്കൽ കൗൺസില് അംഗീകരിച്ച രജിസ്റ്റേർഡ് ഡോക്ടർ തന്നെ ആയിരിക്കണം. പിന്നെ ഹോസ്പിറ്റൽ മാനേജേഴ്സ്, ലീഗൽ എക്സ്പേർട്സ്, ഇൻഷുറൻസ് കൺസൾട്ടൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫഷണൽസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ്. ഓക്കെ, ഇവരുടെ ഒപ്പം നിന്ന് പ്രവർത്തിപ്പിക്കാനേ TPAക്ക് പറ്റുള്ളൂ. ഒറ്റയ്ക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ പറ്റില്ല അവർക്ക്. സോ അവരുടെ കൂടെ അവരുണ്ടായിരിക്കണം. ക്ലിയർ ആണോ? പറഞ്ഞത് മനസ്സിലായോ? ഒന്നാമത്തെ പോയിന്റ്. എനി ഡൗട്ട്? ഇല്ല. ദെൻ ഈ ടീം ഓഫ് പ്രൊഫഷണൽസ് എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ചേർന്ന ഒരു പ്രൊഫഷണൽ ടീമാണല്ലോ. ഡോക്ടർ ഉണ്ട്, TPA ഉണ്ട്, അവിടുത്തെ അംഗങ്ങളുണ്ട്, ഇൻഷുറൻസ് കൺസൾട്ടൻസ് ഉണ്ട്, അല്ലെ IT പ്രൊഫഷണൽസ് ഉണ്ട്. ഇവരുടെ ഏറ്റവും ഒരു ടീമായ പ്രവർത്തനമാണ് ഇതിനകത്ത് വേണ്ടി വരിക. അപ്പൊ ഈ പ്രൊഫഷണൽസ് ഹാവ് ടു മസ്റ്റ് ഹാവ് എ ലൈസൻസ് മീൻസ് റിലേഷൻ. ഇവർ തമ്മിൽ ഒരു കോൺടാക്ട് റിലേഷൻ ഉണ്ടായിരിക്കും. ആരുമായിട്ട്? കസ്റ്റമേഴ്സുമായിട്ട്. എന്നുവെച്ചാൽ കസ്റ്റമർ എന്ന് പറയുന്നത് പോളിസി എടുത്തിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ആൻഡ് ഓൾസോ ഇവർക്ക് ഒരു റിലേഷൻ ഉണ്ടാകുകയും അവര് വേണ്ട കാര്യങ്ങൾ വിശദമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാൻ പറയാനൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അതിന് ബന്ധം ഉണ്ടായിരിക്കണം. ആൻഡ് ഓൾസോ ഇവർ ഒരു കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മേക്ക് ഷുവർ ദാറ്റ് നോ ഫോൾസ് ക്ലെയിംസ് ആർ മെയ്ഡ്. ഏതെങ്കിലും കസ്റ്റമേഴ്സ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റായ രീതിയിൽ ക്ലെയിം വാങ്ങിച്ചുകൊണ്ട് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഇൻഷുറൻസ് ഹോൾഡേഴ്സ്, പോളിസി ഹോൾഡർമാര് ചിലപ്പോൾ പല പല കാര്യങ്ങളൊക്കെ ചെയ്യും. എല്ലാവരും എന്താ പറയാ, എല്ലാവരും ഒരുപോലെ ട്രസ്റ്റി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില കള്ളക്കളികളൊക്കെ ചില ആൾക്കാർ ചെയ്ത് ഇൻഷുറൻസ് കമ്പനിയെ പറ്റിച്ചൊക്കെ കാശ് വാങ്ങിക്കും. ഇല്ലേ? അങ്ങനെയൊക്കെ ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? എനിക്കറിയില്ല. എല്ലാവരും ഉണ്ട്, അങ്ങനത്തെ ഉണ്ട് ആളുകള്. അപ്പൊ അങ്ങനത്തെ കള്ളത്തരങ്ങളൊന്നും വരുത്തിയിട്ടല്ല നമ്മളുടെ ആ ക്ലെയിം വാങ്ങിക്കുന്നേന്ന് അത് ഉറപ്പ് വരുന്നത്. അത് തേർഡ് പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്തമാണ്. അല്ലാണ്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക, അർഹതയില്ലാത്തവരെ വെറുതെ കളിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇല്ലേ ഇപ്പൊ നമ്മളുടെ എന്താ പറയാ സീനിയർ സിറ്റിസൺസിനൊക്കെ പെൻഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പെൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എല്ലാ വർഷവും അതിന് ഒരു മസ്റ്ററിങ് നടക്കും. എന്തിനു വേണ്ടിയിട്ടാ? ആ ആള് കൃത്യമായ ശരിയായ ആള് തന്നെയാണ് ആ പെൻഷൻ പറ്റുന്നത്. അത് ചിലപ്പോ ആ ഒരു വർഷത്തിനുള്ളിൽ ചിലപ്പോ ആള് മരണമടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ടും ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു റിപ്പോർട്ട് ചെയ്യാതെ. അതുകൊണ്ട് ഇപ്പൊ അത് കുറച്ചുകൂടി എന്താക്കി, മസ്റ്റാക്കി, കമ്പൽസറി ആക്കി. എന്ത്? മസ്റ്ററിങ് നിർബന്ധമാണ്. അത് എന്ന് വെച്ചാൽ ഒരു അപ്ഡേഷൻ ആണ്. ആ ആള് തന്നെയാണ് ഈ ഒരു പെൻഷൻ ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്തൊരു കാര്യമാണിത്. അതുപോലെ ഇൻഷുറൻസ് ക്ലെയിമും വാങ്ങിക്കുമ്പോൾ ആ ക്ലെയിം പ്രൊവൈഡ് ചെയ്യുമ്പോൾ TPA ഒന്ന് ഉറപ്പുവരുത്തണം. നോ ഫോൾസ് ക്ലെയിംസ് ആർ മെയ്ഡ്. ആരും തന്നെ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് ക്ലെയിംസ് ഒന്നും വാങ്ങിച്ചുകൊണ്ട് പോകുന്നില്ല. മാത്രമല്ല ചില ആൾക്കാരെ ആവശ്യമില്ലാതെ ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട്
ആവശ്യമില്ലാത്ത പേരൊക്കെ പറഞ്ഞ് അവർ എന്ത് ചെയ്യും, അതൊക്കെ മേടിച്ചുകൊണ്ട് പോകും. അപ്പൊ അൺവാണ്ടഡ് ട്രീറ്റ്മെന്റുകൾ ഒഴിവാക്കുക, പിന്നെ അവരുടെ ക്വാളിറ്റി സർവീസസ് ഇമ്പ്രൂവ് ചെയ്യുക. ക്വാളിറ്റി സർവീസസ് ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവർ നല്ല നല്ല സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് കിട്ടും. അപ്പൊ അവർക്ക് കുറഞ്ഞ പോളിസി പ്രീമിയം അടപ്പിച്ച് ആൾക്കാരെ കൊണ്ട് പോളിസി എടുപ്പിക്കാൻ പറ്റും. ഓക്കെ, അതാണ് അങ്ങനെ ആ ഒരു മൂല്യം, ആ ഒരു ഇത് അവർ കീപ്പ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊക്കെ ചെയ്യുമ്പോ ആരാണ് ഇവർക്ക് കാശ് കൊടുക്കേണ്ടത്? ഇവർക്ക് എന്തെങ്കിലും TPA ഒരു ഇന്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്, ഇവര് IRDA കയ്യിൽ നിന്ന് ലൈസൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഒരു പേയ്മെന്റ്, ഇവർക്ക് ഒരു ഫീസ് വേണ്ടേ? അത് ഈ TPA accepts their fees from the insurance provider. ഇൻഷുറൻസ് കൊടുക്കുന്ന ആളുടെ കയ്യിൽ നിന്നാണ് ഇവർക്ക് ഫീസ് കിട്ടുക. അതാരാ? ഇൻഷുറൻസ് കമ്പനിയാണ് ഇവർക്ക് ഇവരുടേതായ ഒരു സാലറിന്നോ ഫീസോ ഒക്കെ പറഞ്ഞ പോലെ കൊടുക്കുക. അതൊരു പെർസെന്റേജ് ഓഫ് പ്രീമിയം, പ്രീമിയത്തിന്റെ ഇത്ര പെർസെന്റേജ്, അവരടച്ച പ്രീമിയം എത്രയാണോ അതിന്റെ ഒരു പെർസെന്റേജ് ആണ് കൊടുക്കുക. അതൊരു ഏകദേശം ഇവിടെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പെർസെന്റേജ് പറഞ്ഞിട്ട് 5.5% ഓഫ് ദ എമൗണ്ട് പ്രീമിയം. പ്രീമിയം എമൗണ്ടിന്റെ 5.5% ഇവർക്ക് എന്ത് ചെയ്യും? TPSന് അവരുടെ ഫീസ് ആയിട്ട് ആര് പ്രൊവൈഡ് ചെയ്യും? ഇൻഷുറൻസ് പ്രൊവൈഡർ കൊടുക്കുന്നു. ക്ലിയർ ആണോ? അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തു ആ സെന്റൻസ്, ലാസ്റ്റത്തെ ആ പേജിലെ ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യും. ഓക്കെ, ഇവിടെ വരെ. ഓക്കെ, അത് നമുക്ക് ഇവിടെ നിർത്താം. ഇതായി കഴിഞ്ഞാൽ എന്റെ സൗണ്ടും പോകും, നിങ്ങളുടെ മൂടും പോകും. വെറുതെ നമ്മള് രണ്ടും കൊളാക്കണ്ട അല്ലെ? എവറിത്തിങ് ടു മച്ച് ഈസ് ബാഡ്. അത് ഉള്ളതുകൊണ്ടേ നമുക്ക് ഇവിടെ വെച്ച് നിർത്താണ്. ഇന്ന് പഠിപ്പിച്ചതൊക്കെ മനസ്സിലായോ? ഇന്ന് നമ്മൾ 4 രീതിയിലുള്ള ഇൻഷുറൻസ് സ്കീമുകളുടെ കാര്യങ്ങളാണ് പഠിച്ചത് കേട്ടോ. SHI, CGHS, പിന്നെ ESI, RSBY, 4 ഷോർട്ട് ഫോം ആണ് ഞാനിപ്പോ പറഞ്ഞ. അതിന്റെ എക്സ്പാൻഡഡ് ഫോം അവിടെ കിടക്കുന്നുണ്ട്. കുറച്ചധികം പഠിച്ചിട്ടുണ്ടെന്ന്, കാരണം നമ്മൾ 1.5 മണിക്കൂർ ക്ലാസ് എടുത്തു. ഇതുപോലെ ഒരു 1.5 മണിക്കൂർ കൂടി ക്ലാസ് എടുത്താൽ നമ്മുടെ പോർഷൻ അവിടെ തീരും. ഓക്കെ, നന്നായിട്ട് വായിച്ചു നോക്കൂലേ? കൂടുതൽ പഠിഞ്ഞാൽ നിങ്ങൾക്ക് ബോറാം അല്ലേ? സ്വരം നന്നാകുമ്പോ പാട്ട് നിർത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ ടീച്ചർ നിർത്തി പോണില്ലല്ലോ. എക്സാമിന് ഞാൻ അന്ന് പറഞ്ഞ് എടുക്കുന്ന ഭാഗം വരെ അന്ന് പറഞ്ഞിരുന്നല്ലോ നിങ്ങളുടെ 13th സോറി എന്താണ് 3rd മൊഡ്യൂളിന്റെ എക്സാം എന്നാ? 11-ാം തീയതി വരെ എടുക്കുന്ന അത്രയും ഭാഗമുള്ള ഞാൻ പറഞ്ഞേ. യെസ്, ഓക്കെ. അപ്പൊ ഇതുവരെ നന്നായിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, ബൈ. ആ 4 കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ് വരെയാണ് നമ്മൾ പഠിക്കാൻ പറഞ്ഞത്, കാണാതെ നിങ്ങൾക്ക് പരീക്ഷിക്കുന്നു. അത് കഴിഞ്ഞ് ഇന്ന് എടുത്തു തുടങ്ങിയില്ല. ഓക്കെ, അതുവരെ പഠിക്കാം. ലാസ്റ്റ് പരീക്ഷയ്ക്ക് അതുകൂടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഒരു 1.5 മണിക്കൂർ ക്ലാസ് കൂടി ഐ തിങ്ക് അത്രയും കിട്ടിയാൽ മതി, അത് നമ്മളുടെ തീരും. അപ്പൊ നിങ്ങൾക്ക് തന്ന വാർത്തയാണ് ഞാൻ തന്നെ തീർക്കാമെന്ന്. അല്ലെങ്കിൽ എന്റെ മാത്രം ക്ലാസ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്ന ബാക്കി വേറെ ആരെയും കൊണ്ടെങ്കിലും എടുപ്പിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഇതെടുത്തിട്ട് നിങ്ങൾക്കത് എടുത്ത് തീർത്ത് തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ സീ യു. താങ്ക് യു. ഓക്കെ, താങ്ക് യു.